ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മുടെ നടുവിലേക്ക് കർത്താവിന്റെ ദാസി കുൽസു, സിസ്റ്റർ കുൽസു ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. നിങ്ങളുടെ അഭിഷിക്തത്തെ കരങ്ങളിൽ വഹിക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി ഇന്ന് പകൽക്കാലം സിസ്റ്റർ കുൽസുവിനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രൈസ് ദി കർത്താവിന്റെ ലോർഡ്. ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ കർണാടകയിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. ബാംഗ്ലൂർ പട്ടണത്തിലാണ്. എൻ്റെ പേര് കുൽസു എന്നാണ്. ഞാൻ മുസ്ലിം കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാണ്. ഞാൻ ചെറിയൊരു വചനം സങ്കീർത്തനം. വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പോ? ഞാനും മോനും മാത്രമേ ഉള്ളൂ. ഓ, സ്തോത്രം. കർത്താവിന്റെ ദാസിക്ക് ധാരാളം അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കുവാൻ കാണുമല്ലോ. ജീവിതത്തിലെ ജീവനുള്ള കർത്താവിനെ കണ്ടെത്തിയ നാൾ മുതൽ ഇന്ന് വരെയും ദൈവം നടത്തുകയും പരിപാലിക്കുകയും ചെയ്ത് ധാരാളം അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുവാൻ കാണുമല്ലോ. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സാക്ഷ്യം പങ്കിടുവാൻ കർത്തദാസിക്ക് സമയം ധാരാളമായിട്ടുണ്ട്. അതിനായി കർത്തദാസിയെ ക്ഷണിക്കുന്നു. ഓക്കെ, സ്തോത്രം. ഞാനൊരു ചെറിയൊരു വചനത്തിന്റെ ഒന്ന് വായിച്ചിട്ട് തുടങ്ങാം. സങ്കീർത്തനം 21. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. സ്തോത്രം. ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വലിയൊരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്നത്. ഞാൻ കർണാടകയിലാണ് ജനിച്ചു വളർന്നതും. അല്ല, ഞങ്ങൾ 9 മക്കളാണ്. അതിലേറ്റവും ഇളയ മകളാണ് ഞാൻ. ചെറുപ്പത്തില് കർത്താവിനെ കണ്ടറിയുവാനും കർത്താവിനെ മുട്ടുവാനും കർത്താവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാനും ചെറുപ്പകാലത്തിൽ തന്നെ ഞാനൊരു 6 വയസ്സ് മുതൽ ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ കർത്താവിനെ. ഞാൻ മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് 3 വയസ്സുണ്ടാകുമ്പോൾ എൻ്റെ മൂത്ത ഏടത്തിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് ഞാൻ അവിടെ തന്നെ എന്നെ മദ്രസയിൽ ചേർത്ത് പഠിക്കുന്ന സമയത്ത് എന്താ പറയണ്ടേ, അന്നെല്ലാം ഒരു ഹാള് പോലത്തെ മദ്രസയായിരുന്നു. അപ്പം ബാക്കിലെ കുട്ടികൾ 1-ാം ക്ലാസ്, മുമ്പത്തെ കുട്ടികൾ 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സും പഠിക്കുന്ന സമയത്ത് അവിടെ 3-ാം ക്ലാസ് കുട്ടികൾക്ക് 4-ാം ക്ലാസ് കുട്ടികൾക്കും നബിമാരത് പറഞ്ഞു കൊടുക്കുമ്പോൾ ബാക്കിലത്തെ കുട്ടികൾ നിശബ്ദമായിട്ടിരിക്കണം, 1-ാം ക്ലാസ് കുട്ടികൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ പല നബിമാരെ പറ്റിയിട്ടും അവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഞാൻ കേട്ടു. നല്ല ശ്രദ്ധിച്ച് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഈസാ നബിനെ പറ്റി പറഞ്ഞു. അപ്പം പറഞ്ഞേ, ഈ ലോകത്ത് ഒരു നബിമാരും വരൂല, ലോക അവസാനത്തിൻ്റെ അന്ന് ഈസാ നബിയാണ് വരിക. ആ ഈസാ നബി ജീവനോട് ഇറങ്ങി വരും. ലോകാവസാനത്തിൻ്റെ അന്ന് പിശാചിനെ കൊല്ലുവാൻ ഇറങ്ങി വരുന്ന ഒരു നബി ഉണ്ടെങ്കിൽ ഈസാ നബി മാത്രമേ ഉള്ളൂ. ആ ഈസാ നബിക്ക് അപ്പനില്ലാത്ത മോനാണ്, ദൈവത്തിന്റെ അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ അന്ന് അതവിടെ തറച്ചവിടെ വെച്ച് പിന്നെ ഞാൻ അതിന് ചോദിക്കാനോ പറയാനോ ഒന്നും പോയിട്ടില്ല. എൻ്റെ മനസ്സിൽ ഞാൻ പലതും ചിന്തിക്കാൻ തുടങ്ങി. യേശു എന്ന് പറയുന്ന കർത്താവായ യേശു മിശിഹായി പിന്നെ പറയുന്ന ഈസാ നബി എന്ന് പറയുന്ന ഇതിലും പറയുന്ന അങ്ങനെ ഞാൻ അടുത്തൊരു വീടുണ്ട്, ഞങ്ങളെ ഒരു കത്തോലിക്കന്റെ വീട്ടിൽ. അവിടെ എപ്പോഴും ഞാൻ പോകും. അപ്പൊ അവിടെയും കുരിശ് വരക്കുന്ന യേശുവിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവരും പറയുന്ന യേശു ലോകാവസാനത്തിൽ നിന്ന് ഇറങ്ങി വരും പിശാചിനെ കൊല്ലുവാന്. അത് അപ്പനില്ലാത്ത മോനാണ്. കർത്താവ് മരിച്ചത് ഇതുപോലെ കുരിശില് തറച്ച് മരിച്ചു, അത് 3-ാം നാൾ ഉയർന്നെണീച്ചു, ലോകാവസാനത്തിന് ഇറങ്ങി വരുമെന്ന്. അപ്പൊ എൻ്റെ മനസ്സിൽ ഇത് രണ്ടും കൂടി വായിക്കുന്ന സമയത്ത് എത്രയോ നബിമാരുണ്ട്, ഇവരാരും വരാണ്ട് ഈസാ നബി മാത്രമായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ ആ നബിനെയാണ്, ആ യേശുവിനെയാണ് ഞാൻ ആരാധിക്കേണ്ടത് എന്ന് യേശുവിനെ ആക്കി ഞാൻ എടുത്തു. അങ്ങനെ ഞാൻ ഇടക്കിടക്ക് അവരെ വീട്ടിൽ പോവും. ഞാൻ അവിടെ കൊന്ത ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ കൂടെ നിൽക്കും, ഞാൻ പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. അങ്ങനെ എൻ്റെ മനസ്സിൽ എൻ്റെ ആരാധന അതായി. എപ്പോഴും ഞാനത് ആരാധിക്കാൻ തുടങ്ങി, പാട്ട് കേൾക്കാൻ തുടങ്ങി. ആരാധന എൻ്റെ മനസ്സിൽ 6 വയസ്സ് തന്നെ എൻ്റെ കർത്താവിനെ ഞാൻ കുടികൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല സമയത്തും ഞാൻ ഈ യേശുവിനെ പറ്റി ആലോചിക്കും. ഞാൻ കർത്താവായി യേശു ഇന്നിപ്പോ ലോകാവസാനാണെങ്കിൽ നാളെ ഇന്ന് തന്നെ വരുമായിരിക്കും. നല്ല ചിന്തനകൾ പലതും എൻ്റെത് പോകാൻ തുടങ്ങി. കർത്താവ് അവിടെ നിന്ന് എനിക്ക് ചിന്തന തരാൻ തുടങ്ങി.
അങ്ങനെ ഒരു ദിവസം ഒരു 7-8 വയസ്സുണ്ടാകുന്ന സമയത്ത് ഞാൻ കളിക്കാൻ പോയിട്ട് വരുമ്പോൾ കുറച്ച് നേരം വൈകി വീട്ടിലേക്ക് വരുമ്പോൾ. ഞാൻ എപ്പോ അവരെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എന്നെ ചീത്ത പറയും. അവിടുത്തെ ഭക്ഷണം കഴിച്ചാല് പിന്നെ കഴിക്കാൻ പാടില്ല, വയറ്റിൽ പുഷു വരും, അവിടെ പോകാൻ പാടില്ല, അവരെ ഇരുത്തി ഞാൻ എന്തായാലും പോകും, അവിടെ പോയി ഇരുന്ന് കുരിശ് വരച്ച് പ്രാർത്ഥനയിൽ ഞാൻ കയറും. എന്നിട്ട് കാണാണ്ട് ഓടി വരും ഞാൻ. അങ്ങനെ ഒരു ദിവസം 9 വയസ്സുണ്ട് അന്ന്. സന്ധ്യ നേരമായപ്പോ എന്നെ വീട്ടിൽ നിന്ന് ഒരുപാട് അടിച്ച സമയത്ത് ഞാൻ കരഞ്ഞ്, അടിച്ച സമയത്ത് കരഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോ പിന്നെ എനിക്ക് എന്തോ ബോധം കെട്ട പോലെ എന്തോ ഒന്നും ആയി, എനിക്കൊന്നും അറിയുന്നില്ല എന്താ ആയതെന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ഉയർന്ന പോലെ എനിക്ക് തോന്നി, അവിടുന്ന് ഉയർന്ന പോലെ തോന്നിയപ്പോ എന്റെ മുമ്പില് ഒരു വലിയൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ കണ്ണു ഉയർത്തി നോക്കുന്നുണ്ട്. വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. എന്റെ ആ കൈ ഇങ്ങനെ എന്റെ തലയിൽ വെച്ചിട്ടുണ്ട്. മോളെ നീ കരയണ്ട, മകളെ നീ കരയണ്ട, ഞാൻ നിനക്കുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട്, നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നത് എന്റെ ചുവട്ടിൽ കേൾക്കുന്നുണ്ട്. ഞാൻ കണ്ണുകൾ മേലോട്ടേക്ക് ഉയർത്തി ഈ നിന്ന ആ അവരെ മുഖം ഇങ്ങനെ നോക്കുന്ന പ്രകാശം ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഞാൻ ഒരേ നോട്ടം നോക്കുന്നുണ്ട്. അത് സിസ്റ്ററെ, കഴിഞ്ഞ് ഞാൻ അത് എത്ര വയസ്സായപ്പോഴാണ് ആ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായത്? 9 വയസ്സ്. 30 വയസ്സ്? 9 9 വയസ്സ്? 9 ഓ. ആ, 9 വയസ്സില്. അപ്പൊ ഞാൻ താഴെ ഇവര് പറഞ്ഞ് ഇവള് മരിച്ചു പോയി എന്നിട്ട് ഇവര് മുഖത്തേക്ക് വെള്ളം എറിഞ്ഞു. ഞാൻ നിന്നിടത്ത് തന്നെ ഉണ്ട്. അങ്ങനെ വെള്ളം എറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ എനിക്ക് പിശാചി എന്തോ പ്രേതം പിടിച്ചതാണ്, നീ സന്ധ്യ സമയത്ത് വരുന്നത് എന്ന് പറഞ്ഞ് എന്നെ അടിച്ച് എല്ലാം ചെയ്ത്. പിന്നെ ഇവര് മന്ത്രവാദിന്റെ അടുത്തും അവിടെ ഇവിടെ എല്ലാം എന്നെ കൊണ്ടുപോയി, ഇവക്ക് എന്തോ പ്രേതം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ എനിക്ക് ഒന്നും കൂടിയിട്ടില്ല, ഒന്നും കൂടിയിട്ടില്ല, ഞാൻ കണ്ടത് ഇങ്ങനെ കണ്ടതാണ്, എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നെല്ലാം പറയുമ്പോ ഇവരെ എന്നോട് തർക്കിച്ച് ഇവരെ അടിക്കും, എന്നെ അടിച്ച് ഇവര് മന്ത്രവാദിന്റെ അടുത്ത് കൊണ്ടുപോയി നൂല് കെട്ടാനും പിടിക്കാനും എല്ലാം കൊണ്ടുപോയി എല്ലാം ചെയ്ത്. ഞാൻ വേഗം വേഗം പറയുന്ന സമയമില്ലല്ലോ കുറച്ച്. അങ്ങനെ അതൊക്കെ ഞാൻ പൊട്ടിച്ചു കളഞ്ഞിട്ട് ഞാൻ അവസാനം ഞാൻ ഈ വീട്ടിൽ പോയിട്ട്, ഈ കത്തോലിക്കക്കാരെ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അവര് പറഞ്ഞു കർത്താവിന്റെ ദർശനം കണ്ട, കർത്താവിനെ നീ കണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ നിന്നെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് തൊട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ആയത് എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 9 വയസ്സ് കഴിഞ്ഞ പാട് 10ാമത്തെ വയസ്സിൽ കാണാണ്ട് ചർച്ചിൽ പോകാൻ തുടങ്ങി. ഞാൻ ചർച്ചിൽ പോവും, ഞാൻ ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് പോവും, കാണാണ്ട് എല്ലാം പോവും. ഞാനപ്പം സ്കൂളിൽ പോകുന്ന സമയത്ത് വരുന്ന സമയത്ത് ഞാൻ അവിടെ തുന്നപ്പണിക്ക് കയറും. ഞാൻ ഉടുക്ക് വെക്കാനും ബട്ടണ് വെക്കാനും ഭയങ്കര വിഷമം കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ് അന്ന്. ആ സമയത്ത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട്, തുണിക്ക് ബുദ്ധിമുട്ട്, ഭയങ്കര പ്രയാസമായിട്ട് ജീവിച്ചു പോകുന്ന കാലങ്ങളാണ്. അങ്ങനെ ഞാനപ്പം വരുന്ന സമയത്ത് ഒരു തുന്നക്കടയിൽ കയറിയിട്ട് ബട്ടണ് വെക്കാനും നൂല് ഇതാക്കാനെല്ലാം അവിടെ കയറും. അങ്ങനെ ഞായറാഴ്ച ദിവസം ഞാൻ പറയും ഞാനൊക്കെ ഇന്നും പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചർച്ചിലേക്ക് പോകും. അങ്ങനെ ചർച്ചിൽ പോയി ഞാൻ വേഗം ചുരുക്കി പറയാം. എന്താന്ന് പറഞ്ഞാൽ ചർച്ചിൽ പോയോണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് പാസ്സായി. അപ്പൊ ഞാൻ തുന്നപ്പണി നല്ലോണം പഠിച്ച് സ്വന്തമായിട്ട് എടുക്കാൻ തുടങ്ങി തുന്നപ്പണി. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരത്തിന്റെ പിന്നെ അമ്മ ഇവിടെ ബാംഗ്ലൂരുണ്ട്. ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് വന്ന് ഇവിടെ നിന്ന് ഒരു ഗാർമെന്റ്സിൽ ചേർന്ന് ഞാൻ ബാംഗ്ലൂർ പണിയെടുക്കാൻ തുടങ്ങി. ബാംഗ്ലൂർ വന്നിട്ട് ഏതെല്ലാം പള്ളിയിൽ പോകണം എല്ലാ പള്ളിയിലും ഞാൻ കയറി ഇറങ്ങി. കത്തോലിക്കയിലും യാക്കോബത്തിലും ബന്ധുക്കോസിലും അന്ന് ആദ്യമായിട്ട് പോകുന്ന പള്ളിയിലെല്ലാം ഞാൻ എല്ലാ പള്ളികളിലും എനിക്ക് സ്വതന്ത്രമായി, ഇനിയൊന്നും പേടിക്കാനില്ല. ഞാനിവിടെ ബാംഗ്ലൂർ വന്നല്ല, ആരും എന്നെ ചീത്ത പറയാനോ അടിക്കാനോ ഒന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ ജോലി എടുക്കുന്നിടത്ത് എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ പറയാം എനിക്ക് ഇങ്ങനെ പള്ളിയിൽ പോകണം, ചർച്ചയിൽ പോകണം എന്ന് പറയും. എല്ലാവരും ഓരോ മതക്കാരുണ്ടല്ലോ, അപ്പൊ ആ ചർച്ചകളിലെല്ലാം ഞാൻ പോകും. അങ്ങനെ ചർച്ചയിൽ പോയിട്ട് ഞാൻ ദൈവത്തിനെ കണ്ടെത്താനായി പോകുന്നത്, ഇതിന്റെ സത്യം അറിയണമെന്ന് പറഞ്ഞിട്ടാ പോകുന്ന ഞാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 16ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ വന്ന് ഇവിടെ എല്ലാ ചർച്ചകളിലും പോയി. പോകുന്ന സമയത്ത് എല്ലായിടത്തും പറയുന്ന ഒന്ന് തന്നെ, പക്ഷെ അതിൽ ബന്ധുക്കോസിൽ പറയുന്നത് കുറച്ച് വ്യത്യാസമായിട്ടുണ്ട്. അവിടെ ഒന്നും വെക്കുന്നില്ല, പൂജക്ക് തൊട്ടുമുത്താനോ ഒന്നിനുമില്ല. അങ്ങനെ എല്ലായിടത്തും പോയി എൻ്റെ മനസ്സിൽ കർത്താവ് എനിക്ക് ദൈവം ഏതാന്നില്ല സത്യമായിട്ട് എനിക്ക് കാണണം, കണ്ടെത്തണം, എനിക്ക് അതിന്റെ വെളിപ്പാട് തരണം എന്നില്ല പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞാൻ 19ാമത്തെ വയസ്സിൽ ഞാൻ കമ്പനിയിൽ നിന്ന് ഏറ്റവും നല്ല ഉഷാറായിട്ട് ഞാൻ ജോലി എടുക്കുന്ന എനിക്ക് കട്ടിങ്ങിന്റെ പോസ്റ്റ് തന്ന്. അങ്ങനെ ഒരു 10-16 കുട്ടികളെ തെരഞ്ഞെടുത്തിട്ട് ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോകാനായി ഞാൻ ബഹ്റൈനിലേക്ക് പോയി. അവിടെ ഒരു കമ്പനിയിൽ ജോലി എടുക്കാൻ 19ാമത്തെ വയസ്സിൽ ഞാൻ പോയി അവിടത്തേക്ക്.
19ാമത്തെ വയസ്സ് പോയിട്ട് അവിടെ നിന്ന് ഞാൻ ചർച്ചിൽ പോയി. അവിടെയും ചർച്ചിൽ പോന്ന കത്തോലിക്കന്റെ ചർച്ചിലും പോയി, പെന്തക്കോസിലും പോയി, എല്ലായിടത്തും പോയി. അവസാനം ഞാൻ ഒരു ദിവസം ഇരുന്ന് ആരാധനാലയിൽ ഇരുന്ന് മുട്ടുകുത്തി കരയാൻ തുടങ്ങി. 20ാമത്തെ വയസ്സാണ്. മുട്ടുകുത്തി ഇരുന്നിട്ട് കർത്താവ് എനിക്ക് സത്യം അറിയണം, എനിക്ക് സത്യം അല്ലാണ്ട് വേറൊന്നും. അതിന്റെ ഇടക്ക് പല ദർശനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒന്നുമല്ല, എനിക്ക് സത്യം എന്താന്ന് എന്റെ കർത്താവ് എനിക്ക് നേരിട്ട് കാണണം എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങി. ആ കരയുന്ന ദിവസം ഒരു ദിവസം ഞാൻ വ്യാഴാഴ്ച ദിവസേനു അന്ന് ഉച്ചന്റെ ശേഷം ഞാൻ പോയി കരഞ്ഞത്. കരഞ്ഞ് ഞാൻ കരഞ്ഞ് മുട്ടുകുത്തി ഇരുന്ന് കരഞ്ഞ് മണിക്കൂർ കണക്കിന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താ എനിക്ക് എന്റെ കർത്താവ് അവിടെ നിന്ന് ദർശനം, മകളെ നിനക്ക് ഇതല്ല ഇനി ഒന്നുണ്ട്, അതിൽ നീ പോണം എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിലേക്ക് ഒരു ഏൽപ്പിച്ച് തന്ന പോലെ എന്തോ എന്റെ കയ്യിലേക്ക് ഇങ്ങ് തന്ന്. ഞാനത് കണ്ണ് തുറന്ന് നോക്കുമ്പോ എന്റെ കൈ രണ്ടും മലർന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഈ ബന്ധുക്കോസ് പോകുന്ന ചർച്ച അവിടെ ഷായി എന്ന് പറയും, ആ ബിൽഡിങ്ങിന് ഷായി എന്ന് പറയും, ആ ബിൽഡിങ്ങിലാണ് ഉള്ളതെന്ന്. അവിടെ പോയിട്ട് ഞാൻ പാഷന്റെ അടുത്ത് പറഞ്ഞു, പാഷ എനിക്ക് ഈ വ്യാഴാഴ്ച നാളത്തെ വെള്ളിയാഴ്ച എനിക്ക് സ്ഥാനപ്പെടണം. എന്താന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ കണ്ടു, ദർശനം കണ്ടു, എന്നോട് എന്റെ കർത്താവ് സംസാരിച്ചു, പരിശുദ്ധാത്മാവിൽ കൂടെ എനിക്ക് ഇത് വെളിപ്പാട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്താ നിനക്ക് ഇന്ന് തന്നെ നാളെ തന്നെ സ്ഥാനപ്പെടാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച ദിവസം സ്ഥാനപ്പെട്ടു. അന്ന് എനിക്ക് 20ാമത്തെ വയസ്സാണ് നടക്കുന്നത്. 1991 ഞാൻ സ്ഥാനപ്പെട്ടു. പിന്നെ അവിടെ ഒരു കൊല്ലം കൂടി ജോലിയെടുത്ത് വീണ്ടും ഞാൻ ബാംഗ്ലൂരേക്ക് തന്നെ വന്നു. ബാംഗ്ലൂരിൽ വന്ന് പള്ളിയിലും കാര്യത്തിലും എൻ്റെ വീട്ടുകാരും അറിയുന്നില്ല ഇത്. എൻ്റെ മാതാപിതാക്കളെ ഒരാളും അറിയുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വെട്ടി തുണ്ടം കണ്ടാക്കി ഇട്ട് കളയും. അതിനെ കൊണ്ട് ഇതൊന്നും അറിയുന്നില്ല. ഞാൻ നോമ്പ് നോക്കൂല, നിസ്കരിക്കൂല, പിന്നെ ഒന്നിനും ഞാൻ കൂടൂല. എന്നെ ചീത്ത പറയും, വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് ചീത്ത പറയും. നോമ്പ് നോക്കാൻ എന്ന് പറഞ്ഞിട്ട് രാവിലെ വിളിച്ചെണ്ണീപ്പിച്ച് 3 മണിക്ക് എണീപ്പിച്ചിട്ട് പറയും നീ ചോറ് കഴിച്ചോ. വയറ് നിറച്ചും ചോറ് വയ്ക്കും ഞാൻ. എന്നിട്ട് പറയും നീ നോമ്പാ ഇന്ന്? ആ നോമ്പാണ് എന്ന് പറയും. വിശക്കുമ്പോ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് കാണാണ്ട് കട്ടുന്നു. നിസ്കരിക്കാൻ കയറിയാലും നിസ്കരിക്കുന്നിടത്ത് ഞാൻ കർത്താവിനെ പേര് വിളിച്ചിട്ട് ഞാൻ അവിടെ നിസ്കരിക്കും അവരുടെ മുമ്പ്. ഇല്ലെങ്കിൽ അടി കൊള്ളും, ചീത്തയും കേൾക്കും, ഭയങ്കരമായി ചീത്തയും കേൾക്കും, അടിയും കൊള്ളും. അതിന് നിസ്കാര കുപ്പായ ഇട്ട് കഴിഞ്ഞിട്ട് കർത്താവിനെ വിളിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മുമ്പിടും. ഞാൻ നിലത്ത് ഞാൻ കുമ്പിട്ടിട്ട് മുട്ടുകുത്തിട്ട് കർത്താവിനെ വിളിച്ച് ആരാധിക്കും ഞാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇതെല്ലാം സംഭവിച്ച് ഞാൻ വന്നു കഴിഞ്ഞ് ബാംഗ്ലൂർ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ജോലിക്ക് ബാംഗ്ലൂരിൽ തന്നെ ഗാർമെന്റ്സിൽ തന്നെ കയറി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നത്. എന്റെ കർത്താവിന് അപ്പൊ ഒന്ന് എനിക്ക് പിന്നെ ചെറുപ്പത്തിലുണ്ടായ വിഷമം അല്ലാണ്ട് ജോലി എടുക്കാൻ കയറിയതിന് ശേഷം പിന്നെ വിഷമങ്ങൾ ഉണ്ടായില്ല. പിന്നെ കർത്താവിനെ കണ്ടുമുട്ടാനും കർത്താവിനെ അന്വേഷിക്കുവാനും കർത്താവിന്റെ ഇതിൽ നിൽക്കാനുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണം. പല സ്ഥലത്തുനിന്നും കല്യാണ കാര്യങ്ങൾ വന്നു. ഞാൻ ഒന്നും സമ്മതിച്ചിട്ടില്ല. പിന്നെ അവസാനം മാതാപിതാക്കളെ കരച്ചിലുകൊണ്ട് ഒരു കല്യാണം എൻ്റെ മൂത്ത ചേട്ടത്തിന്റെ ഭർത്താവ് കൊണ്ടുവന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഇവര് കരച്ചിൽ കൊടുത്തി കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 25ാമത്തെ വയസ്സാണ്. ഞാൻ വീടിന്ന് പോകും, ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഞാൻ വീട്ടിലേക്ക് പോകും, വരും, 1-2 ദിവസം നിൽക്കും, ഇങ്ങോട്ട് വരും ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോ കല്യാണം കഴിക്കാൻ വന്ന് നോക്കി കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. ഞാൻ കല്യാണം കഴിക്കുന്ന മുമ്പ് തന്നെ എൻ്റെ കല്യാണം കഴിക്കാൻ വന്ന അവരോട് ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കർത്താവിനെ ആരാധിക്കുന്ന കർത്താവിന്റെ ചർച്ചയിലാണ് ഞാൻ പോകുന്നത്, ഇന്ന ചർച്ചയിലാണ് പോകുന്നത്, എനിക്ക് കർത്താവിനെ വിട്ടിട്ട് യാതൊരു കളിയില്ല. എനിക്ക് മരിക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടിയിട്ട് മരിക്കും. ഞാൻ അതിന് തയ്യാറായിട്ടില്ല. എൻ്റെ വീട്ടുകാർക്കൊന്നും അറിയില്ല. ഞാൻ സ്വന്തമായിട്ട് ഇത്രയും വയസ്സിൽ ഞാൻ കർത്താവിനെ ആരാധിക്കും. കർത്താവിന്റെ ദർശനങ്ങളും കർത്താവിന്റെ എല്ലാതും എനിക്ക് ഞാൻ വിളിച്ച വിളിപ്പുറത്ത് എൻ്റെ കർത്താവിന് കിട്ടുന്ന എൻ്റെ എല്ലാ കാര്യത്തിനും അതിനെ കൊണ്ട് ഞാൻ കർത്താവിനെ വെച്ച് നിങ്ങൾ കെട്ടുകയാണ് എന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് എന്നെ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് അതിന് യാതൊരു ഇഷ്ടക്കുറവില്ല. നീ എന്റെ ഇഷ്ടം പോലെ നീ ചർച്ചിൽ പോട്, പള്ളിയിൽ പോട്, നീ എന്താന്ന് വെച്ചാൽ ആരാധിച്ചോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച് അപ്പൊ ഞാൻ കമ്പനിയിൽ നിന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്പനിയിൽ നിന്ന് പിരിയണം. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് പോകാനും വരാനെല്ലാം ഭയങ്കര സമയത്തിന്റെ മോശങ്ങളും, പിന്നെ അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് പ്രശ്നങ്ങളാവും. അങ്ങനെ ഞാൻ കമ്പനിയിൽ നിന്ന് പിരിയാന് എഴുതി കൊടുത്ത് ഞാൻ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു. ഞാൻ 16 വർഷം ഞാൻ കമ്പനി ജോലി എടുത്തു. അങ്ങനെ എല്ലാവരും കമ്പനിയിൽ നിന്ന് ഒഴിവായി. ഞാൻ വേറെ സ്വന്തമായിട്ടൊരു കട ഇടണമെന്ന് പറഞ്ഞ് ഞാൻ സ്വന്തമായിട്ടൊരു കട തുറക്കാൻ വേണ്ടി എല്ലാം ചെയ്ത് കല്യാണം എല്ലാം കഴിഞ്ഞ്
ഒരു ഇത് കട തുറന്ന് കട നടത്തിക്കൊണ്ടുണ്ടായി. ഞാൻ ബാംഗ്ലൂർ തന്നെ മാർത്തള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കട നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 4 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം മോന് ഗർഭിണിയായത്. അത് ഗർഭിണി ആവുമ്പോക്കും എൻ്റെ കയ്യിലുണ്ടായതെല്ലാം പോയി. എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയ പണവും പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ അതൊക്കെ പോയി. ഭർത്താവ് ഭയങ്കര ചീട്ട് കളിയായിരുന്നു. അപ്പൊ ബിസിനസ്സാന്ന് പറഞ്ഞ് ബിസിനസിന് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാം കൊടുത്തു ഞാൻ എന്തെങ്കിലും ആട്ടെ എന്ന്. പിന്നെ അവസാനം മോനെ ഗർഭിണി ധരിക്കുമ്പോ ഒന്നും ഇല്ലാണ്ടായി. ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് പിന്നെ മോനെ ഗർഭം ധരിച്ചു. ഞാൻ 4-ാമത്തെ കൊല്ലം 5-ാമത്തെ കൊല്ലത്തിൽ ഗർഭം ധരിച്ചു. പ്രസവിക്കാൻ വീട്ടിൽ പോയി. പ്രസവിച്ച് കഴിയുമ്പോക്കും ഒന്നും ഇല്ലാണ്ടായി. ഒരു സംഗതി ഒരു ഉറുപ്പ്യക്ക് ഗതിയില്ലാണ്ടായി എനിക്ക്. മോനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും കൂടുതൽ വിഷമങ്ങളായി. വീട്ടുകാരാണെങ്കിൽ എല്ലാവരും എന്നെ ചീത്ത പറയുന്ന നിന്റെ ഭർത്താവിന് നീ എല്ലാം കൊടുത്ത് നശിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു വകയിൽ എനിക്ക് എങ്ങോട്ടും തിരിഞ്ഞൂടെ. എല്ലാവരും ചീത്ത പറയലും കണ്ണീരും കയ്യുമായി. എന്ത് ചെയ്യുന്നു എനിക്ക് യാതൊരു നിവൃത്തിയില്ല. മോനെ പ്രസവിച്ച് ഓപ്പറേഷൻ ചെയ്തിട്ടാണ് മോനെ എടുത്തത്. കുട്ടി സീസറിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2.5 മാസം കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരേക്ക് തന്നെ വന്ന് ജോലി എടുക്കാൻ. കുട്ടീനെ വിട്ടിട്ട് എങ്ങനെ ജോലി എടുക്കും, എന്ത് ചെയ്യും, ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെയോ ജോലിയെല്ലാം എടുത്ത ഓനിക്ക് ഒരു 9-10 മാസം ആകുമ്പോഴേക്കും ഞാൻ അങ്ങ് എന്താ പറയണ്ടേ, അങ്ങേ അറ്റം വരെ വിഷമിച്ചു പോയി ഞാൻ. വിഷമിച്ചെന്ന് പറഞ്ഞാല് എന്താ പറയേണ്ടത്, ഞാൻ ഒരു ദിവസം വീട്ടിലെ എല്ലാവരും വഴക്ക് കേട്ട് എനിക്ക് സഹിക്കാൻ കഴിയാണ്ടായിട്ട് മോനെ 7 മാസത്തിന്റെ കുട്ടിയാണ്. 7 മാസമായിട്ടുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ജീവിച്ചിരിക്കൂല, എനിക്ക് ജീവിക്കണ്ട, ഒരു ഭാഗത്തുനിന്ന് എനിക്ക് ഒരു സമാധാനം ഇല്ലാലോ. എന്റെ കർത്താവ് പച്ച എന്താ ഞാൻ ചെയ്യുക, ഇന്ന് ഞാൻ തൂങ്ങി മരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടക്കുന്ന റൂമിൽ ഞാൻ കയറ് കൊണ്ടുവന്നവിടെ വെച്ച് മോനിക്ക് വയറ് നിറച്ച് പാലും കൊടുത്തു. ഓനെ നെഞ്ഞത്തിന്റെ മുകളിൽ കടത്തി പാലും കുടിച്ച് കടന്ന് ഞാൻ ഇന്ന് എല്ലാവരും ഉറങ്ങട്ടെ, 1 മണിയാകുന്ന സമയത്ത് എല്ലാവരും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ തൂങ്ങി മരിക്കണം. ഞാനും ഒരു ഭാഗം എന്റെ മോനെയും കൊല്ലണം, ഞാനും മരിക്കണം, മോനെ വിട്ടിട്ട് ഞാൻ മരിക്കൂല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കയറ് കൊണ്ടുവന്ന് എന്റെ തലക്കം ഭാഗത്ത് വെച്ച് മോനെ നെഞ്ഞത്ത് വെച്ച് കടത്തി ഞാൻ ഉറങ്ങട്ടെ, ഇവരെല്ലാരും ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഉറക്ക് ഞാന് മോന് നെഞ്ഞത്തിന്റെ മുകളിൽ തന്നെ ഉണ്ട്. ഞാനും ഉറങ്ങി, മോനും ഉറങ്ങി. മോന് പാല് കുടിക്കാൻ പോലും എണീച്ചില്ല. രാവിലെ 7 മണിക്കാണ് ഞാൻ ഉണരുന്നത്. പെട്ടെന്ന് ഉണർന്ന് നോക്കുമ്പോൾ നേരം വെളുത്ത് എല്ലാരും എണീച്ചിട്ടുണ്ട്. 7 മണിയായിട്ടുണ്ട്. അപ്പൊ കുട്ടീനെ നോക്കുമ്പോൾ കുട്ടി നെഞ്ഞത്തിന്റെ മുകളിൽ തന്നെ കിടക്കുന്നുണ്ട്. കുട്ടി ഒന്ന് പാല് കുടിക്കാൻ പോലും ഒന്നും എണീച്ചിട്ടില്ല. എന്റെ കുട്ടി ഉറങ്ങിപ്പോയി, ഞാനും ഉറങ്ങിപ്പോയി. അന്ന് ഞാൻ ഈ കയറ് നോക്കുമ്പോ കയറ് എന്റെ അടുത്തുണ്ട്. ഞാൻ ഇന്നലെ രാത്രി തൂങ്ങി മരിക്കണം എന്ന് പറഞ്ഞല്ലേ, ഇന്ന് ഞാന് പിന്നെ ഉറങ്ങിപ്പോയി. എന്റെ കർത്താവ് എന്നെ ഉറക്കിയത്. അന്ന് ആ കയറെടുത്ത് ഞാൻ വലിച്ചെറിഞ്ഞ്. എന്റെ മോനിക്ക് ആയുസ് നീട്ടുണ്ട്, എനിക്കും ആയുസ് നീട്ടും ദൈവം തന്നിട്ടുണ്ട്. ഇനി ഞാൻ മരിക്കൂല, ഇനി ഞാൻ ജീവിക്കണം, പിച്ചെടുത്താൽ ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞ് ആ കയറ് ഞാൻ വലിച്ചെറിഞ്ഞ്. പിന്നെ 3 ദിവസം കഴിഞ്ഞപാട് ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ ഒരു കിഡ്നി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചു. ഒരു കിഡ്നി കൊടുത്തിട്ടെങ്കിലും എനിക്കൊരു എന്റെ കാലിൽ നിന്ന് പണിയെടുക്കാം. അപ്പോഴേക്കും കടയെല്ലാം പോയി. അങ്ങനെ ഒരു കിഡ്നി കൊടുക്കുക, ഒരു മാർവാടിക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ എല്ലാം ഓക്കെ ആയി. എല്ലാതും ഓക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു കുറച്ച് സമയം എടുക്കും ഓപ്പറേഷത്തിന് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എന്റെ ഭർത്താവിന് കുറച്ച് പൈസ കിട്ടാൻ നാട്ടില് മലപ്പുറത്ത് ഒരു സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവരും കൂടി പോയി. അവിടെ ഒരാഴ്ച നിന്നിട്ടും ആ പൈസ കിട്ടിയില്ല. ഒരാഴ്ച ഞങ്ങൾ അവിടെ നിന്ന് ഒരു പൈസയും കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ നീ ബാംഗ്ലൂരേക്ക് പോകുമെന്ന് പറഞ്ഞ് എന്നെ ആ മലപ്പുറത്തുനിന്ന് തന്നെ കോട്ടക്കൽ എന്തോ ഒരു സ്ഥലമാണ്, അങ്ങ് ഉള്ളിലേക്ക് ഒരു സ്ഥലമാണ്. അവിടുന്ന് എന്നെ ബസ് കയറ്റി കോഴിക്കോട് വരെ ഇല്ല ബസ്സിനില്ല പൈസ എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ആ പൈസയും തന്നിട്ട് നീ എങ്ങനെങ്കിലും വീട്ടിലെത്തിയിട്ട് അവിടെ നിന്നും പൈസ മേടിച്ച് ബാംഗ്ലൂർ കൂടുമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ നോക്കുമ്പോൾ ബസ്സിന് ടിക്കറ്റ് എൻ്റെ അടുത്ത് നോക്കുന്ന സമയത്ത് കോഴിക്കോട് വന്നിറങ്ങി നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഉറുപ്പ്യ മാത്രം ഉണ്ട് കയ്യിൽ. ഞാൻ ഇനി എന്ത് ചെയ്യും അങ്ങോട്ടേക്ക് എത്താനെന്ന് പറഞ്ഞിട്ട് യാതൊരു പിടുത്തവും ഇല്ല. എനിക്ക് ആരെടുത്ത് ചോദിക്കുന്നു പറഞ്ഞിട്ട് ഒരു പിടുത്തമില്ല. കുട്ടി വിശന്ന് കരയുന്നു, ഞാനിപ്പം വിശക്കുന്നു, എന്ത് ചെയ്യും ഞാൻ ഒന്നുമില്ല. ഞാൻ ദൈവത്തിനോട് ഇങ്ങനെ ആലോചിച്ച് ദൈവമേ ഞാൻ എന്ത് ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഞാൻ ആരടുത്തും പോയി കൈ കാട്ടിയിട്ട് പൈസ മേടിക്കുക, കുട്ടിയുണ്ടല്ലോ വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് മേടിക്കാന്ന് പറഞ്ഞ് ഞാൻ കുട്ടീനെ ഒക്കത്തെ വെച്ച് ഞാൻ മീൻ മാർക്കറ്റിൽ പോയി പിച്ചെടുത്ത് ഞാൻ
ഓരോരുത്തര് ഒരാൾ ഒരു 50 പൈസ തന്ന് ഇന്നും എന്റെ വലത്തെ കയ്യിൽ തിളങ്ങുന്നുണ്ട് ആ 50 പൈസ തന്നത്. അങ്ങനെ എല്ലാരും കൂടി പൈസ തന്ന് എന്നെ ഒരു 10, 100, 150 ഉറുപ്പിയായി കയ്യിൽ. വിശന്നിട്ട് കണ്ണു കാണുന്നില്ല. അങ്ങനെ ഞാൻ മോനോട് ഞാൻ മോന് വർത്താനം പറയാനൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു മോനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോട്ടലിൽ കയറി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹോട്ടലിൽ 150 ഉറുപ്പിക കിട്ടിയപ്പോ ഞാൻ ഹോട്ടലിൽ കയറി. മോനിക്ക് ചായ മേടിച്ച് ഓനിക്കും കുടിക്കാൻ കൊടുത്ത്, ഞാനും മേടിച്ച് കഴിച്ച്, ഒരു പുട്ട് മേടിച്ച്, ഓനിക്ക് പാലും വെള്ളം മേടിച്ച് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ഇനിയിപ്പോ ഈ 150 ഉറുപ്പികയിൽ ഇപ്പൊ 30 ഉറുപ്പിക ചായ ഇതും കുടിച്ച് തീർന്നു. ഇനി ബാക്കി 120 ഉറുപ്പിക ഉണ്ട് ഏടം വരെ നാടൻ വരെ പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്ന സമയത്ത് ഞാൻ കൊല്ലങ്ങളായിട്ട് കളിക്കൂട്ടുകാരത്തി ഉണ്ട്, എൻ്റെ ഒരു കളിക്കൂട്ടുകാരത്തി. അവരെ കല്യാണം കഴിച്ചത് പിന്നെ ഹാസനം ശ്രീമുഖം എന്ന് പറഞ്ഞിട്ട് അവരെന്തോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് വന്നത്. അപ്പൊ ഓള് വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ കുൽസു അല്ലേ ഇതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ആരാ? ഞാൻ ജാനുവാണ്, നിനക്കറിയില്ലേ? അങ്ങനെ മുഖത്തോട് മുഖം ഞങ്ങൾ രണ്ടാളും നോക്കി. അപ്പൊ അന്ന് മനസ്സിലായ എന്റെ കൂട്ടുകാരിയാന്ന് പറഞ്ഞു. ഓളെ എന്നെ പിടിച്ച് കുറെ കരഞ്ഞ്, എന്താ നിന്റെ പോലെ ഇങ്ങനെ, എന്താ ഇതെനിക്ക് എന്നെല്ലാം ചോദിച്ച് പറഞ്ഞ് കരഞ്ഞ് എന്നോട് പറഞ്ഞു, നീ ചായ കുടിച്ചോ? ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ചായ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇവള് കുറെ സംസാരിക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം മോന്റെ കയ്യിൽ ഒരു 500 ഉറുപ്പിക എടുത്തു കൊടുത്ത് എന്റെ കയ്യിൽ 1000 ഉറുപ്പിക എടുത്തു തന്ന്. നീ വെച്ചോ, നീ പോവണ്ട, കുട്ടിക്ക് എന്നാ മേടിച്ചു കൊടുത്ത് നീയും പോട്. ഞാൻ ചോദിച്ചു എന്തിനാ വന്നത്? ഞാനിങ്ങനെ ഡോക്ടറെ അടുത്ത് വന്നതാന്ന് പറഞ്ഞ് ഞങ്ങള് ദൈവത്തിന്റെ ഒരു കരുണ കൊണ്ട് ആ സമയത്ത് എന്റെ കൊടിക്കോട്ടുകാരത്തിയായ ആ കൂട്ടുകാരത്തിനെ അവിടെ എത്തിച്ചിട്ട് എനിക്ക് ഞാൻ പിച്ച 150 ഉറുപ്പ്യ പിച്ച എടുത്തിട്ട് എനിക്ക് 1500 ഉറുപ്പ്യ കർത്താവ് തന്ന് എന്റെ കയ്യിലേക്ക് അന്ന്. അങ്ങനെ അവിടെ നിന്ന് ബസ് കയറി ഞാൻ നേരെ പോയി. ഞാൻ കർത്താവിനോട് സ്തോത്രം പറഞ്ഞു, കർത്താവേ നീ എന്നെ ഒന്ന് പരീക്ഷിച്ചായിരിക്കും, ഞാൻ പിച്ച എടുക്കുകയോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് എനിക്ക് ആ ചിന്തന വന്നത്. അപ്പാണ് ആ ചിന്തന വന്നത് എനിക്ക്. അപ്പൊ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ നീ ഇതിനെ എന്നെ ഒരു പരീക്ഷിച്ചായിരിക്കും അല്ലേ? ശരിയെന്നും പറഞ്ഞ് കർത്താവിനോട് സ്തോത്രം പറഞ്ഞ് എല്ലാത്തിനും നന്ദിയും സ്തോത്രവും പറഞ്ഞ് ഞാൻ കയറി ബാംഗ്ലൂർ വന്ന് ഈ കിഡ്നി ഇനി കൊടുക്കണം. അപ്പൊ മോനിക്ക് ദിവസങ്ങൾ പോകുന്ന മോനിക്ക് എപ്പോ 2 വയസ്സാകാനായി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ആരും കയറ്റുന്നില്ല, എല്ലാരും ചീത്ത പറഞ്ഞ് എന്നെ വാതിലടച്ച്, മുമ്പിലും ബാക്കിലും വാതിലടച്ച് എന്നെ പുറത്താക്കി. ശരിയെന്നും പറഞ്ഞ് ഞാൻ നേരെ വീണ്ടും ബാംഗ്ലൂരേക്ക് പോയി. ബാംഗ്ലൂരിൽ പോയി ഈ കിഡ്നി എങ്ങനെ കൊടുത്തിട്ട് കടം കൊണ്ട് നിറഞ്ഞിരിക്കുക. കിഡ്നി കൊടുത്ത് കടമൊന്നും വീട്ടൂല. ഞാനൊരു മെഷീൻ മേടിച്ച് എനിക്കൊരു കടയെടുത്ത് എന്റെ മോനെ എടുത്ത് വെച്ചിട്ട് ജീവിക്കുന്നത്ര കാര്യം ജീവിച്ചു എന്റെ മോനെ വളർത്തണം എനിക്ക് ഒറ്റ ചിന്തന മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യനാണ് ഒരു പോക്ക് പോയാൽ പിന്നെ വരണമെങ്കിൽ എത്രയോ ദിവസം കൈയൊന്ന് വിളിച്ച് വരണമെങ്കിൽ. ശരി ഇനിയിപ്പോ ഒന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് കിഡ്നി കൊടുക്കാൻ രണ്ടാമതും പോയി. ദിവസങ്ങൾ അടുത്തെത്തിയോ എന്താ ആക്കണ്ടെന്ന് ചോദിക്കാൻ മറുപടീന്റെ അവിടെ പോയി എന്ന് ചോദിച്ചപ്പോ അവര് പിന്നെ ആസ്പത്രി കൊണ്ടുപോയി. അയാള് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് ഇനി 3 മാസം കൂടി കഴിയണം, 3 മാസം കഴിഞ്ഞാലേ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇതാകാൻ പറ്റൂന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് പൈസയും തന്ന് ഞാൻ ഇരിക്കുമ്പോ എനിക്കൊരു വിസ, രണ്ടാമത് ബഹ്റൈനിൽ നിന്ന് ഒരു വിസ വന്ന്, ഇങ്ങനെ ഒരു വിസ ഉണ്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ എനിക്ക് പോകണമെങ്കിൽ ഇപ്പൊ എൻ്റെ അടുത്ത് കയ്യിൽ ഒരു പൈസയില്ല, ഒന്നുമില്ല, നീ പൈസ ഒന്നും ചെലവാക്കണ്ട, ഞങ്ങൾ കൊണ്ടുപോകും, ടൈലർ പണിയാണ്, അറബിന്റെ ഇതിലേക്കുള്ള ടൈലർ പണിയാണ് എന്ന് പറഞ്ഞു. ഞാനപ്പോ പറഞ്ഞു കുട്ടിക്ക് ഇപ്പൊ 2 വയസ്സായിട്ടേ ഉള്ളൂ, എങ്ങനെ ഓനെ ഇട്ട് വരിക, ഓനെ നോക്കാൻ ഒരാളും ഇല്ല, ഞാൻ എന്ത് ചെയ്യൂന്ന് പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്ത് ഇവനെ കൊണ്ടുപോയി ഇടങ്ങൊന്നിച്ച് നോക്കാൻ വേണ്ടി ഓർഫനേജ് പോലത്തെ ഈ മദർമാരെല്ലാം ഉണ്ടല്ലോ, അങ്ങനത്തെ സ്ഥലത്ത് ഇടങ്ങ് നോക്കുന്നിടത്തുണ്ടോ എന്ന് ചോദിച്ചു കുറെ സ്ഥലത്ത് അന്വേഷിച്ച് എവിടെയും കാണുന്നില്ല. ഓരോരുത്തരോട് പറഞ്ഞിട്ടൊന്നും നോക്കുമ്പോ ഒരു വഴിയും കാണുന്നില്ല. എന്ത് ചെയ്യുന്നു എന്നിരിക്കുമ്പോ പിന്നെ അവസാനം എൻ്റെ ഒരു സഹോദരിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, നിനക്ക് നോക്കാൻ പറ്റുമോ, ഞാനൊന്ന് പോയിട്ട് ഈ കടന്നും കാര്യങ്ങളൊന്നും തീർക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ അവര് മനസ്സോട് ഏറ്റെടുത്ത്. എൻ്റെ ഒരു കൂട്ടുകാരത്തി പറഞ്ഞു, വേറൊരു കൂട്ടുകാരത്തി പറഞ്ഞു, നീ ഇവിടെ വിട്ടിട്ട് പോടും, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞു. എന്നാലും അപ്പൊ വീട്ടുകാർക്ക് നാണക്കേടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരോട് ഒരു വാക്ക് ചോദിച്ചു ഞാൻ. അപ്പൊ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ 2 വയസ്സും 1 മാസമായി. അപ്പൊ ഈ കിഡ്നി കൊടുക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്താണ് ഈ വിസ വന്നത്. എനിക്ക് പെട്ടെന്ന് വിസ വന്നത്. ഒരു പൈസ ഉണ്ടായിട്ടില്ല, വെറും 6000 ഉറുപ്പ്യ. ഞാൻ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞു ഇങ്ങനെ ഇത് പൈസ ഉണ്ട്, ബോംബെ പോയിട്ട് കയറണം, എന്നെ ഒന്ന് കയറ്റി വിടാം, നിങ്ങളും വരണം കൂടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും പോയി. കുഞ്ഞിനെ ഞാൻ പോണമെന്നൊന്നും വിചാരിച്ചില്ല, വെറും ഒരു 2 ഇട്ട തുണിയും 2 ജോഡി തുണിയും എടുത്തു. ഒരു ഒരുക്കത്തോടില്ല, നിന്ന നിപ്പിന് ഞാൻ കുട്ടിനെ ഏടത്തിന്റെ അടുത്ത് കൊടുത്ത് ഞാൻ അങ്ങനെ പോയി ബോംബെ പോയി ഇമിഗ്രേഷൻ അടിച്ച് അവിടെ നിന്ന് പോയി. ഞാനപ്പോ ഈ കിഡ്നി കൊടുക്കാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ.
ആ സമയത്ത് ദൈവം എന്നെ തട്ടിത്തെറിപ്പിച്ച് ഈ വിസ ഒരു പൈസയും കൊടുക്കാണ്ട് ചെറിയൊരു പൈസയിൽ എന്നെ അവിടെ എത്തിച്ചു. ദൈവം നിശ്ചയിച്ചിട്ടില്ല, ദൈവം കൽപ്പിച്ചിട്ടില്ല. കിഡ്നി എന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചു കൊടുക്കാൻ ദൈവം വിട്ടിട്ടില്ല. ദൈവത്തിന്റെ ശരീരമാണ്, ആ ദൈവം വിടൂല നമ്മളെ. എന്റെ ദൈവത്തിന്റെ ശരീരം മുറിച്ചു കൊടുക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം ഇല്ലാണ്ടാവൂല. അത്രയും വിഷമിച്ച് നിൽക്കുമാണ് ദൈവം കർത്താവ് എന്നെ പിടിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് എന്നെ എത്തിച്ച്, ഇവിടുന്ന് തെറിപ്പിച്ച് അങ്ങോട്ടേക്ക് ഒരു പൈസ ഇല്ലാണ്ട്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവിന് ഇഷ്ടമില്ലാത്തതായിരിക്കും ഞാൻ ചെയ്യാൻ പുറപ്പെട്ടത്, കർത്താവിന് ഇഷ്ടമല്ല. എന്റെ കർത്താവ് വെച്ചാൽ ഞാൻ ദൈവത്തിനോട് ആരാധിച്ച് സ്തുതിച്ച് കണ്ണീരിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ എന്താ ഇതല്ലോ, ഏതാണ് ഇതല്ലോ. എന്നാൽ ഒരു സ്ഥലത്തുനിന്ന് എന്നെ കർത്താവ് വിളിപ്പിക്കുന്നത്. അതിൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ, കുട്ടിക്ക് സുഖമില്ലാണ്ടായിട്ടും കുട്ടിക്ക് നെമോണി പിടിച്ചിട്ടും കുട്ടിക്ക് ടി ബി പിടിച്ച്, ഇതെല്ലാം ഞാൻ ഓരോ സമയത്ത് ഞാൻ പോകുന്നിടത്തും വരുന്നിടത്തെല്ലാം ഒരു പൈസ ഉണ്ടാവില്ല. കുട്ടീനെ വിട്ട് ഞാൻ എന്ത് ജോലിക്ക് പോകും, എങ്ങനെ പോകും? ഈ മനുഷ്യനാണെങ്കിൽ വിളിച്ചാൽ കിട്ടൂല. എപ്പങ്ങ് കുറച്ചെന്തെങ്കിലും ചെലവിന് എന്തെങ്കിലും പൈസ തരും. പിന്നെ വീട്ടുകാരാണെങ്കിൽ എല്ലാരും വെറുത്തന്നെ ആട്ടിത്തുപ്പ്, എല്ലാരും ആട്ടിത്തുപ്പ്. സങ്കടം സഹിക്കും, ഞാൻ കരയും. കർത്താവെ, നീ അല്ലാണ്ട് എനിക്ക് മറ്റാരുമില്ല, നീ എന്റെ എല്ലാം നീയാണ്. എന്റെ മാതാവും പിതാവും കൂട്ടും കുടുംബം എല്ലാം നീയാണ്. എന്റെ ഈ കുട്ടീനെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചിരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് കുട്ടീനെ ഞാൻ ഏൽപ്പിച്ച് എന്റെ ഏട്ടൻ്റെ അടുത്ത് വിട്ട് പിന്നെ ഞാൻ ബഹ്റൈനിൽ പോയി. അവിടുന്ന് ഞാൻ 4.5 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ കുട്ടീൻ്റെ അടുത്തേക്ക് വന്നത്. ആ വരുമ്പോഴേക്കും എന്റെ മാതാവും പിതാവും എന്റെ ഭർത്താവും എല്ലാവരും മരിച്ചു, ആരുമില്ല. കടങ്ങൾ മാത്രം പിന്നെയും ബാക്കിയുണ്ട് വീണ്ടും. അങ്ങനെ ഉണ്ടായ വീടും പോയി, ഉണ്ടായ സ്ഥലവും പോയി, എല്ലാം ലേലം പിടിച്ചു പോയി, എല്ലാതും പോയി, നഷ്ടപ്പെട്ട്. എന്റെ കർത്താവ് എന്നെ ഒരു തരത്തിലും കഷ്ടങ്ങൾ വന്നാലും പല സ്ഥലത്തുനിന്നും എന്നെ കർത്താവ് ഉള്ളം കയ്യില് എന്നെ വാരിക്കോരി എടുത്ത് നടക്കുന്ന. ഇത്രയെല്ലാം വിഷമങ്ങൾ ഉണ്ടായാലും എനിക്ക് വിഷമം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നല്ലാണ്ട് എന്റെ മനസ്സിലേക്ക് ഒരു ഭാരമായിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല. എന്തായാലും എന്റെ കർത്താവിന്റെ ആ പൊന്മുഖം, കർത്താവിന്റെ ആ സ്നേഹം കാണുമ്പോൾ എനിക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ. എന്റെ കർത്താവ് എവിടെയും എന്നെ കൈ വിട്ടിട്ടില്ല. കഷ്ടപ്പാടുണ്ടായിന്. കഷ്ടപ്പാടുണ്ടാകുന്ന എന്താന്ന് പറഞ്ഞാല്, ആ കഷ്ടപ്പാട് എത്ര തിളങ്ങുന്ന പൊന്നായാലും ആ പൊന്നിനെ എത്ര സ്ഥലത്ത് കാച്ചി ഉരുക്കി തിളക്കി കൊണ്ടുവരണം. അതുപോലെയാണ് എന്റെ കർത്താവ് എന്നെ ഓരോ സ്ഥലത്തുനിന്നും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന്. കഷ്ടങ്ങൾ വന്നാലും എന്ത് വേദനകൾ വന്നാലും എന്ത് വന്നാലും എന്റെ കർത്താവിന്റെ കൃപയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കർത്താവ് കണ്ണുനീർ തുടക്കുന്നവനാണ്. പിന്നെ നമുക്ക് വന്ന കഷ്ടത്തിന് കർത്താവിൻ്റെ കൂടെ കർത്താവ് ചെയ്ത ഓരോ നന്മകളെ സന്തോഷം കൊണ്ടാണ് ഈ കണ്ണുനീർ പൊട്ടുന്നത്, ദുഃഖം കൊണ്ടല്ല. കർത്താവ് പല സ്ഥലത്തുനിന്നും നമ്മളെ താങ്ങും തണലുമായിട്ട് ഏത് കഷ്ടത്തിൽ നിന്നും അതിൽ നല്ല കർത്താവ് എന്നെ തട്ടിത്തെറിപ്പിച്ച് ഓരോ സ്ഥലത്തുനിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടക്ക് മാതാപിതാക്കള് മരണപ്പെട്ടതിന് ശേഷം എൻ്റെ ഭർത്താവും 1.5 കൊല്ലം കൊണ്ട് മരണപ്പെട്ട് ഞാൻ വന്നു. നാട്ടിൽ വന്നപ്പം എൻ്റെ കുടുംബങ്ങൾ അറിഞ്ഞ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. എൻ്റെ മോനെ എന്നിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടി പല കളി അവർ കളിച്ചു, പല ദ്രോഹങ്ങളും പല വാക്കുകളും എല്ലാം കേട്ട് ഞാൻ സഹിച്ചു. ഞാൻ അന്നും എൻ്റെ കർത്താവിനോട് പറഞ്ഞ്, എൻ്റെ മകനെ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നുണ്ട്. ഓന് ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ കർത്താവെ അവൻ ദൈവത്തിനെ അറിയണം, ദൈവത്തിന് ഓനറിയണം. എന്നിൽ കൂടെ അറിഞ്ഞാൽ ഓന് ശരിയാവില്ല. വേറില്ല ആൾക്കാരെ നിന്ന് അവൻ അറിഞ്ഞ് മനസ്സിലാക്കണം കർത്താവിന്റെ ഒരു മകനായി കർത്താവ് എന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓനെ ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് പോവും. ഞാൻ മുട്ടുകൂട്ടിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ അങ്ങനെ ഓനെ അവസാനം നിർത്താൻ ഒരു സ്ഥലമില്ല. വീട്ടുകാർ ഇതറിഞ്ഞ സമയത്ത് കുട്ടീനെ ഭയങ്കര ദ്രോഹം തുടത്തി. ഞാൻ ഗൾഫിൽ പോയിട്ട് നയിച്ച് അവിടെ നിന്ന് കൊടുത്തയക്കുന്ന കുട്ടീനെ ഭയങ്കര ദ്രോഹം ഇവർ തുടത്തി. അങ്ങനെ ഞാൻ ഒരു മുസ്ലിം ഓർഫനേജിൽ കൊണ്ടുപോയി ചേർത്തവനെ. ഞാൻ അവിടെ നിന്ന് അവനെ 10ാം ക്ലാസ് വരെ പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ ദൈവത്തിനെ അറിയുവാനായി, ദൈവത്തിന്റെ പൈതലായി, ദൈവത്തിനെ ഏറ്റെടുക്കുവാനും ദൈവത്തിന്റെ ആ കൃപയെ അവനക്ക് കിട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി. 5-8 കൊല്ലമായിട്ട് ഞാൻ ഓപ്പറേഷങ്ങൾ 2-3 കഴിഞ്ഞ് പല രോഗങ്ങൾ വന്ന് ഒരു പൈസ എൻ്റെ അടുത്തില്ല. എല്ലാം കർത്താവിന്റെ കൃപയോടുകൂടി പല ആൾക്കാരും എന്നെ സഹായിച്ച് എല്ലാ സ്ഥലത്തുനിന്നും എന്നെ കർത്താവ് കൈവിടാണ്ട് മറ്റുള്ളവർക്ക് ആ സന്മനസ് അവർക്ക് എന്നെ സഹായിക്കാനില്ലത് കൊടുക്കുന്നത് കർത്താവാണ്. അവിടുന്ന് ദൂതന്മാരെ കാവല് പോലെ എന്നെ എല്ലാ സ്ഥലത്തുനിന്നും കർത്താവ് കാത്തു രക്ഷിച്ച് ഇവിടത്തോളം എത്തിച്ച്. ഇപ്പൊ ഞാന് കർത്താവിന്റെ കൃപയോട് ഞാൻ പറയുന്നത്, എൻ്റെ കർത്താവിന്റെ കൃപയാണ് എന്നെ നടത്തുന്നത്.
ഞാനിപ്പോ സമയക്കുറവുകൊണ്ടെന്ന് കുറെ കാര്യങ്ങൾ ഞാൻ വിട്ടയിന്ന് ഒഴിവാക്കിയിട്ട് പറയുന്നത്. കർത്താവിന്റെ കൃപയില്ലാണ്ട് ഒന്നുമില്ല. എന്റെ കർത്താവിന്റെ ആ ജീവന്റെ തുടിപ്പാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളില്. കർത്താവിന്റെ ആ ജീവനാണ് എന്റെ ജീവന്. ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ റെഡിയായിട്ടാണ് ഞാൻ എന്റെ കർത്താവിനെ കണ്ടുമുട്ടിയത്. കർത്താവിനെ കാണാന് കാണാനുള്ള ഒരു ആഗ്രഹവും ആ കൊതിയും എന്നും എന്നും ഹൃദയത്തിന്റെ ഉള്ളില് തിളങ്ങി നിൽക്കുകയാണ്. കർത്താവ് പോകുന്നിടത്തും വരുന്നിടത്തെല്ലാം എന്റെ കർത്താവ് എന്നെ താങ്ങുന്നു. പല പ്രശ്നങ്ങളിലും പല ബുദ്ധിമുട്ടുകളും എല്ലാം വന്ന് എന്റെ മോനെ പഠിപ്പിക്കാൻ എനിക്ക് യാതൊരു വഴിയില്ല. എന്ത് ചെയ്യും ഞാൻ? രാവും പകലും ഇരുന്ന് ബൈബിള് വായിക്കും ഞാൻ. കർത്താവെ, നീ നീയാണല്ലോ സംസാരിക്കുന്നത്. എന്റെ മോനെ പഠിപ്പിക്കാൻ യാതൊരു ഇതുമില്ല. അങ്ങനെ ബാംഗ്ലൂർ പഠിപ്പിക്കണമെന്നില്ല. അത് ഒരു വിചാരം ഉണ്ടായിട്ടില്ല എൻ്റെ അടുത്ത്. ഞാൻ എന്ത് ചെയ്യും കർത്താവെ? അവൻ എവിടെ പഠിപ്പിക്കണം? എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യും? എന്റെ കർത്താവ് തക്ക സമയത്ത് സ്പോൺസറായിട്ട് കർത്താവാണ് ഇറങ്ങി വന്ന് അവനെ പഠിപ്പിക്കുന്നത്. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ ഇപ്പൊ ഞാൻ 3 കൊല്ലമായി വീണ് എന്റെ കൈ ഒടിഞ്ഞ് എന്റെ ഡിസ്കിന് കംപ്ലൈന്റ് ആയി. എല്ലാതും കൊണ്ടും ഞാൻ 8 കൊല്ലമായിട്ട് ഒരു രോഗിയാണ്. പക്ഷെ എന്നാലും ഞാൻ ജോലി എടുക്കുന്നുണ്ടായി. എല്ലാം സഹിച്ച് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായി, ജോലി എടുക്കുന്നുണ്ടായി. ഇപ്പം തൽക്കാലം അതിൻ്റെ ഇടക്കൊന്ന് വീണ് 3 വർഷമായിട്ട് ഞാൻ ഒരു ജോലി എടുക്കുന്നില്ല. കർത്താവ് ഏലിയാവിന് കാക്കയിൽ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്ന പോലെ എന്റെ കർത്താവ് എന്നെ ഇന്നും നടത്തുന്നത് അങ്ങനെയാണ്. അത് എവിടുന്ന് വരുന്നു എന്ത് വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ കർത്താവിന്റെ സ്വർഗവാതിൽ നിന്ന് എനിക്ക് തരുന്നത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മോന്റെ പഠിത്തത്തിന്റെ കാര്യം, എന്റെ മരുന്നിന്റെ കാര്യം, എന്റെ ചെലവിന്റെ കാര്യം എല്ലാം എന്റെ കർത്താവാണ് എന്നെ നടത്തുന്നത്. കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞാൽ വെറും കർത്താവല്ല. കർത്താവ് അപ്പനാണ്, അമ്മയാണ്, കൂട്ടുമാണ്, കുടുംബമാണ്, ബലമാണ്. എല്ലാത്തിനും എന്റെ കർത്താവാണ് എന്നെ നടത്തുന്നത്. വേറെ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാൻ ആകുന്നില്ല. കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആനന്ദത്തിന്റെ ആ സ്നേഹമാണ്. കർത്താവ് കയ്യിന്റെ ഉള്ളില് വസിക്കുന്ന നാഥനാണ്. പറയാൻ അത്ഭുതങ്ങൾ പറയാൻ ഞാറ്റുണ്ടെങ്കിൽ 2 മണിക്കൂറും 3 മണിക്കൂറും പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളുണ്ട്. കർത്താവിന്റെ അത്ഭുതങ്ങൾ. അതേപോലെ ഒരു ദിവസം ഞാൻ നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരേക്ക് വന്ന ഒരാവശ്യത്തിന് വേണ്ടി വരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഈ ഷുഗർ കുറയുന്നതുണ്ട്. അങ്ങനെ ബാംഗ്ലൂർ വന്ന് ഇറങ്ങുമ്പോ എനിക്ക് 1 മണിക്കൂർ മുമ്പേ എനിക്ക് തല കറങ്ങുന്നുണ്ട്, കൈയും കാലെല്ലാം വലിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നി ഷുഗർ കുറഞ്ഞു. എൻ്റെ അടുത്ത് ഒരു മുട്ടായി പോലും ഇല്ല കയ്യില്. ഞാൻ വേഗം എങ്ങനെയോ ഇറങ്ങി വന്ന് ഞാൻ ഒരു ചെയറിൽ വന്ന് ഇരുന്നത് മാത്രം ഓർമ്മയുണ്ട്. എൻ്റെ അപ്പുറത്ത് ആരുമില്ല. ഞാൻ ഈ ചെയറിൽ ഇറങ്ങി വന്ന് അവിടെ ഇരുന്ന് ഞാൻ സമയം ഒരു 6 മണി, വൈകുന്നേരം 6 മണി സമയമാണ്. 5:30 മണിയായിട്ടുണ്ടാവും. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഷുഗർ കുറഞ്ഞ് ഞാൻ വേർത്ത് ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ഇരുന്നാൽ മതി എന്ന് എനിക്കായി. ബസ്സിൽ നിന്ന് എങ്ങനെയോ ഇറങ്ങി വന്ന് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ വേർത്ത് ഒലിക്കുന്നുണ്ട്. കൈയും കാലെല്ലാം കിടുകിട് ഇങ്ങനെ പറക്കുന്നുണ്ട്. ഞാൻ കർത്താവിനെ ഹൃദയം കൊണ്ട് ആരാധിച്ച് എൻ്റെ കൈ എടുത്ത് ഞാൻ നെഞ്ഞത്ത് വെച്ചിട്ടുണ്ട്. കർത്താവപ്പച്ചാ, നീ അല്ലാണ്ട് എനിക്ക് ആരുമില്ല, എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണിന്ന് വെള്ളവും വരുന്നുണ്ട്, വേർത്തൊലിക്കുന്നുണ്ട്. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോ 2 സ്ത്രീകൾ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നോട് കന്നഡത്തിൽ ചോദിച്ച് എന്താ ആകുന്നത് എന്നോ ചോദിച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ കുറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ അവര് പോയി ജ്യൂസ് മേടിച്ചു കൊണ്ടുവന്ന് എൻ്റെ വായിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. എനിക്ക് കൈ വിറച്ചിട്ട് തൊടാൻ പറ്റുന്നില്ല. അവര് വായിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. പിന്നെ ഞാൻ മെല്ലെ പിടിച്ച് അത് കുടിച്ച് ഞാൻ 2 കുപ്പി ജ്യൂസ് കൊണ്ടുവന്ന് എന്നെ കുടിപ്പിച്ച് അവര് ആ പെണ്ണുങ്ങൾ തന്നെ അവരെ സാരി ഉടുത്ത ആ സാരിന്റെ തൊഴിൽ കൊണ്ട് എന്നെ മുഖമെല്ലാം തുടച്ചു തന്ന് എന്താ ചോദിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഞാൻ വൈകുന്നേരം 5:30 മണിയായിട്ടുണ്ട്, 6 മണിയാകാൻ പോകുന്നു. അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് പോവാ. അവരിവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഇല്ല ആൾക്കാരാ. ഞങ്ങളെ വീട്ടിലേക്ക് പോവാ, ഞങ്ങൾ ഒരു ആരാധന ഇതിലേക്ക് വന്നതാന്ന് പറഞ്ഞു. ഒരു ചർച്ചിന്റെ പേര് പറഞ്ഞ് അവിടത്തേക്ക് വന്നതാ ഞങ്ങള് എന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് വാന്ന് പറഞ്ഞ് തക്ക സമയത്ത് ദൈവം നമ്മളെ ദൂതന്മാരെ പോലെ ആ 2 സ്ത്രീകൾ അവിടെ എത്താനും എനിക്ക് ജ്യൂസ് മേടിച്ചു തരാനും എനിക്ക് ഷുഗർ കുറഞ്ഞിനെന്ന് അവർക്കറിയോ? ഇല്ല. ദൈവം അവർക്ക് ആ വിചാരം കൊടുത്ത. ഇല്ലെങ്കിൽ അന്ന് ഞാൻ അവിടെ കടന്ന് മരിച്ചു പോകുന്നുണ്ടേനും. അത്രയും ഇതായിട്ടുണ്ടായി എനിക്ക്. അപ്പൊ ദൈവത്തിന് സാധ്യമില്ലാത്തത് ഒന്നുമില്ല. തക്ക സമയത്ത് അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ അത്ഭുതത്തോട് കൂടിയിട്ട് കൃപയോട് കൂടിയിട്ട് കർത്താവിന്റെ ആ കൃപയും തേജസ്സും കർത്താവിന്റെ ആ സാന്നിധ്യം നമുക്ക് മതി. വേറെ ഒന്നും വേണ്ട. ഈ ലോകത്ത് ഒരു സമ്പാദ്യം വേണ്ട. എന്തിനാ സമ്പാദ്യം? കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ കൃപയും മാത്രം മതി എനിക്ക്. അതേപോലെ ഞാൻ എന്നും പറയുന്ന എൻ്റെ മോനോടാട്ടെ, മോനോടും അതേ ഞാൻ പറയലില്ലു.
മോനെ എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും ആരാധിക്കണം. കർത്താവ് തന്ന ചെറിയ ചെറിയ നന്മകളായാലും ആ ചെറിയ നന്മ ചെയ്തതിന് വലിയ നന്ദി നമ്മൾ അർപ്പിക്കണം കർത്താവിനോട് എന്നും ഞാൻ പറയല്. ഏത് സമയത്ത് ഞാൻ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, ഞാൻ കന്നഡയായിരുന്നു പഠിച്ചിട്ടുണ്ടായത്. കന്നഡം പഠിച്ച് ഞാനപ്പം മലയാളം എല്ലാവരും വായിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കും, കർത്താവെ എനിക്ക് മലയാളം പഠിക്കണം, എനിക്ക് മലയാളത്തിന്റെ ബൈബിള് വായിക്കണം, എനിക്ക് പഠിപ്പിച്ചു തരണം, പരിശുദ്ധാത്മാവ് എനിക്ക് പഠിക്കാനില്ല ഓർമ്മയും ശക്തിയും നീ തരണം എന്ന് പറയും. അങ്ങനെ ഞാൻ ഓരോരോ അക്ഷരം പെറുക്കി പെറുക്കി വായിക്കാൻ തുടർത്തി. എന്റെ കർത്താവ് എനിക്ക് ആ ബൈബിള് വായിക്കാനില്ല ബുദ്ധിയും ജ്ഞാനവും അക്ഷരങ്ങളെല്ലാം എന്റെ കർത്താവ് പറഞ്ഞു തന്നെ. ഇത് എന്റെ കർത്താവ് ഈ ബൈബിൾ ഉണ്ടല്ലോ, ഈ ബൈബിൾ ഞാൻ ഇത് നുണയാ അല്ല പറയുന്നത്, ഈ ബൈബിൾ ഇപ്പൊ ഞാൻ മലയാളം ബൈബിളാ വായിക്കുന്നത്. ഞാൻ ഒരക്ഷരം കന്നഡ പഠിച്ചത്, മലയാളം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയേയില്ല. അങ്ങനത്തെ ഞാൻ ഇന്ന് ഞാൻ മലയാളം വായിക്കുന്നത്. ഈ ബൈബിൾ ഉണ്ടല്ലോ, ഇത് ജീവനുള്ള, ഇത് ജീവനാണ്. ഇതിൽ അഗ്നി നാളങ്ങൾ ജ്വലിക്കും. ഈ ബൈബിൾ ഒരു ദിവസം ഞാൻ 1000 വട്ടം എനിക്കൊരു സങ്കടം വന്നാൽ എത്ര പ്രാവശ്യം ഞാൻ എടുത്ത് വായിക്കും എനിക്കറിയില്ല. ഈ പെട്ടകാന്ന് എന്റെ ജീവനുള്ള ദൈവത്തിന്റെ ഇതാണ് എന്റെ പെട്ടകം, എന്റെ ജീവൻ ഇതാണ്, ഈ ബൈബിളാണ്. ഈ ബൈബിൾ ഉണ്ടല്ലോ, ഈ വചനം ആദിയിലെ എന്റെ വചനം അന്ത്യകാലം വരെ എന്റെ വചനമാണ്. ആരെന്ത് വായിച്ചാലും ഏത് വായിച്ചു കഴിഞ്ഞാലും മായ്ച്ചാ മാറാത്തതും കത്തിച്ചാ കത്താത്ത സാധനമാണ് കർത്താവിന്റെ ഈ വചനം. ഈ വചനത്തിലെ ജീവനാണ് ഈ ഇരുതലയുള്ള വാളാണിത്. ഈ ബൈബിള് ആ ബൈബിള് എനിക്ക് ഓരോ അക്ഷരങ്ങളും ഓരോ ദിവസങ്ങള് വിഷമങ്ങൾ വരുന്ന സമയത്ത് ഞാൻ തുറന്ന് വായിക്കുമ്പോൾ ഇന്ന് കർത്താവ് ആ സംസാരിക്കുന്ന സംസാരമാണ് എനിക്ക് താങ്ങും തണലും എന്റെ ഹൃദയത്തില് സമാധാനം. ഇന്ന് എനിക്ക് ഇരിക്കാൻ ഒരു വീടില്ല. എത്രയോ വീടുകളുടെ വാതക്ക് കൂടെ ഞാൻ കയറി ഇറങ്ങി. എന്റെ മോന് ഹോസ്റ്റലിലാകുന്ന സമയത്ത് ഓരോ വാദത്തിലും പോയിട്ട് ഞാൻ ഒരു രാത്രി കടക്കാൻ വേണ്ടി ഞാൻ എത്രയോ വീടുകളിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. ചില സ്ഥലത്തുനിന്ന് അവര് പറയും, ഒരു ദിവസം നിന്നാ പിറ്റേന്ന് പറയും, കുറിച്ചു ഞങ്ങൾ നാളെ ഇവിടെ ഉണ്ടാവില്ല, ഞങ്ങൾ പോവുകയാണ്, ഇപ്പൊ നീ എവിടെ പോകുന്നതെന്ന് ചോദിക്കും. ഓ അതിനെന്താ, ഞാനും പോയിക്കോളാം, കുഴപ്പമില്ലാന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങി ഇങ്ങോട്ട് വരും. ഞാനിപ്പം വിചാരിക്കും, കർത്താവെ നിന്റെ സ്വർഗത്തിൽ എത്ര വീടുണ്ട് എനിക്ക് എന്ന് പറയും. അപ്പോൾ ആരെങ്കിലും ഉണ്ടാവും എന്നെ വിളിക്കുന്നു, കുൽസു നിന്നെ ഞാൻ കുറെ ദിവസമായി കാണണം എന്ന് പറഞ്ഞു നിൽക്കുന്നത്, നീ എപ്പ വരുന്നെന്ന് ചോദിക്കും. അങ്ങനെ കർത്താവ് ഓരോ ദിവസങ്ങളിൽ എത്ര വീട് എണ്ണിയാ തീരൂല, അത്രയും വീടുകളിൽ ഞാൻ കടന്നിട്ടുണ്ട്. ഒരു അന്ത്യം ഉറങ്ങാൻ ഉടുതുണിക്ക് മറു തുണിയിലാണ് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം 4 ഇരട്ടിയായിട്ട് എന്റെ കർത്താവ് എനിക്ക് വീണ്ടും തിരിച്ചു തന്നിട്ടുണ്ട്, ഒരു വിഷമവും ഇല്ലാണ്ട്. ഒരു ദിവസം ഞാൻ ഒരു കണ്ണീരിട്ടില്ലെങ്കിൽ ഇപ്പത്തെ എനിക്ക് 10 ദിവസം എനിക്ക് സന്തോഷം തരും ദൈവം. എന്താ വെച്ചാല് നമ്മളെ കർത്താവിന് സാധ്യമില്ലാത്തത് ഒന്നുമില്ല. എന്റെ കർത്താവ് ജീവനുള്ള ദൈവം, ആ ജീവന്റെ തുടിപ്പാണ് ഇത് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ആ ജീവന്റെ കർത്താവിന്റെ ഓരോ എന്റെ അമ്മയുടെ ഉദരത്തിൽ തന്നെ എന്റെ കർത്താവ് എന്നെ കണ്ടതാണ്. ആ കണ്ട കർത്താവ് എന്നെ തൊട്ടിട്ടുണ്ട്. ആ കർത്താവിന്റെ നാഡി നരമ്പുകളെല്ലാം നമ്മളെ ശരീരത്തിൽ അഭയങ്ങളാണ് ഈ നടക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ബലവുമാണ് ഈ നടക്കുന്നത്. വിശ്വസിച്ച കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിശ്വസിക്കുക, മുറുക്ക പിടിക്കുക. കർത്താവിന്റെ കാല് ആണിപ്പാടിന്റെ കാലിന് മാറോട് ചേർത്ത് പിടിക്കുക. അതൊരു സന്തോഷവും, എന്തൊരു സന്തോഷമാണ് കർത്താവിന്റെ കാല് മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ. അതുപോലെ നമ്മളെയും കർത്താവിന്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് നമ്മളെ തോളിലേറ്റ് നടക്കുന്നവനാണ്. മാതാപിതാക്കളെല്ലാം സ്നേഹം തരുന്ന എന്റെ കർത്താവാണ്. മാതാപിതാക്കളെയും കുടുംബം കൂട്ടും നാട്ടുകാരും വീട്ടുകാരും ഒന്നുമല്ല, കർത്താവിന്റെ ആ സ്നേഹം രുചിച്ചറിയണം. ആ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കർത്താവിനെ എവിടെയും ഒരു മണിത്തൂക്കം നിഷേധിക്കാൻ പറ്റൂല, ഒരു സ്ഥലത്തും നിഷേധിക്കാൻ പറ്റൂല. കർത്താവിനെ മുറുക്ക പിടിച്ചു കഴിഞ്ഞാൽ വിളിച്ച വിളിപ്പുറത്ത് കിട്ടുന്നു. തീർച്ചയായിട്ടും ഞാനിതാ ഈ വചനം ഉയർത്തിപ്പിടിച്ചിട്ട് പറയുന്നു, ഈ കർത്താവ് ഉണ്ടല്ലോ ജീവനുള്ള വചനമാണിത്. ഈ വചനം നമ്മളെ ഭക്ഷണമാക്കണം. ഭക്ഷണമാക്കണം. ആ ഭക്ഷണമാണ് അത്. വിശപ്പിനും ദാഹത്തിനും ജീവനും എല്ലാത്തിനും ഇല്ലതാണ് ഈ വചനം എന്നും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പുണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാം വയറ് നിറയുന്നത് അതുകൊണ്ടാണ്. ആ വചനത്തിന് ഒരിക്കലും ആരും കൈവിടരുത്. ദുഃഖങ്ങൾ വരുമ്പോ ആ വചനം എടുത്ത് വായിച്ചു നോക്കി, എന്തൊരു ആനന്ദത്തിന്റെ വാക്കാ കർത്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. കർത്താവ് ഞാൻ എന്നും പറയുന്നത് അതാണ്. ഞാൻ മലയാളം വായിക്കുന്നില്ലത് അറിയാത്ത ഞാനാ. അങ്ങനെ എനിക്ക് ആ വചനങ്ങൾ വായിക്കുന്ന സമയത്ത് എന്തൊരു ആനന്ദം കിട്ടുന്നു. കർത്താവിനോട് ഞാൻ പറയൂ, ചില ദിവസം എനിക്ക് അക്ഷരം തെറ്റുമ്പോ, പരിശുദ്ധാത്മാവ് നീ എനിക്ക് പറഞ്ഞു തരണോ, നീ എന്നെ പഠിപ്പിച്ചു തരണം എന്ന് പറയും കർത്താവ്. പിറ്റേന്ന് ഞാൻ വായിക്കുമ്പോൾ അതൊരു തെറ്റില്ലാണ്ട് ഞാൻ വായിക്കുന്നുണ്ട്. അതാണ്
കർത്താവ് എല്ലാത്തിനും മതിയായവനാണ്. കർത്താവ് എല്ലാത്തിനും മതിയായവന്. ഈ ലോകത്ത് ഒരു നാഥനുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളെ ദൈവം, നമ്മളെ ജീവനും, നമ്മളെ അന്ത്യകാലം വരെയും എന്നേക്കും. മരിച്ചാലും നമ്മൾ മരിക്കൂല. കർത്താവിന്റെ ആ സ്വർഗത്തിൽ വലതു ഭാഗത്ത് ഇരിക്കാൻ വേണ്ടി നമ്മള് അതിലേക്ക് അടുക്കണം. ഏത് രീതിയിലാണ് അടുക്കേണ്ടതെന്നുള്ളത് നമ്മളെ ഉള്ളുകൊണ്ട്, നമ്മളെ ഉള്ളാണ്, നമ്മളെ ഹൃദയത്തിന്റെ ഈ ഹൃദയമാണ് ദൈവത്തിന്റെ ദേവാലയം. ദേവാലയം പോകുന്ന നമ്മൾ ചർച്ചിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹൃദയം എടുത്തിട്ടാ പോകുന്നത്. ഈ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുക, കർത്താവിനെ നമ്മൾ കുടികൊള്ളുക. കർത്താവിന്റെ ജീവന്റെ തുടിപ്പാണിത് എന്ന് നമ്മൾ ആ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും നമുക്ക് ഒരു തോൽവിയും വരൂല. വരുന്ന ഒരു ആപത്തുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരും ദൈവം. അതിന്റെ വഴി തടുത്തു നമ്മളെയും നമ്മളെ തലമുറകളെയും കർത്താവ് നമ്മളെ കുടുംബത്തിനെയും കർത്താവ് ആ വഴിയിലേക്ക് കൊണ്ടുവരും. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാവരും, ഈ ലോകത്തില്ല എല്ലാ മക്കളും ദൈവത്തിനെ അറിയുവാനും ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുവാനും ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുവാനും ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ദിവസം ഞാൻ രാവിലെ 5 മണിക്ക് 4:30 മണിക്ക് എണീച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന. ഈ ലോകത്തിന്റെ എല്ലാ മനുഷ്യന്മാരും ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുവാനും ദൈവത്തിനെ അറിയുവാനും കർത്താവെ നീ തൊടണം. നമ്മള് മനുഷ്യന്മാര് പോയിട്ട് വേറൊരു മനുഷ്യനോട് പറയും നീ കർത്താവിനെ സ്വീകരിക്കണം, നീ കർത്താവിനെ അറിയണം എന്ന് പറയുമ്പോൾ ചിലപ്പോ അവര് നമ്മളെ അടിച്ച അടി കൊള്ളേണ്ടി വരും, ചീത്ത പറഞ്ഞ ചീത്ത കേൾക്കേണ്ടി വരും. പക്ഷെ ദൈവം തൊട്ടിട്ടുണ്ടെങ്കിൽ അവരെ ആരും ഒന്നും പറയണ്ട. അവരെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ദൈവം കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് അതുകൊണ്ട് ദൈവം തൊടണം. എല്ലാവരും ദൈവം തൊടണം, കർത്താവ് തൊടണം. ഇനി ജനിക്കുന്ന തലമുറകൾ, ഇനി ജനിച്ച ഇപ്പൊ ഇല്ല തലമുറകളിൽ കർത്താവ് തൊടണം. ഇനി ജനിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അവരമ്മയുടെ ഉദരത്തിൽ നിന്ന് കർത്താവ് തൊടണമെന്നില്ല പ്രാർത്ഥനയാണ്. ഇനിയില്ല തലമുറകളിൽ കർത്താവ് എന്താന്നില്ല അറിയണം, അവർക്ക് രുചിച്ചറിയണം. കർത്താവിന്റെ അരുമനാഥന്റെ നാമം ഉണ്ടല്ലോ, ആ നാമം തേനിനെയും കാട്ടി മധുരമേറിയ നാമമാണ്. ആ നാമത്തിനെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് മാഞ്ഞു പോവില്ല. ആ നാമം അവിടെ അക്ഷരത്തിൽ കരിങ്കല്ലിൽ കുത്തിയ പോലെ കുത്തി വെക്കണം ഹൃദയത്തിലേക്ക്. കർത്താവിന്റെ നാമം, പിതാവായ ദൈവത്തിന്റെയും പുത്രനായ യേശു ക്രിസ്തുവിന്റെ ആ നാമം പരിശുദ്ധാത്മാവിന്റെ പീഠം പോലെ നടത്തണം നമ്മളെല്ലാം. ഇതിന്റെ പ്രാർത്ഥന ഞാനിപ്പോ നിർത്താന് സമയായോ ഒന്നും അറിയുന്നില്ല. സിസ്റ്റർ പ്രൈസ് ലോർഡ്. വളരെ സന്തോഷം. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല ചോദ്യങ്ങൾ എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ തുടർമാനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ചില ചോദ്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ ശരിക്കും ഈ സാക്ഷ്യം കേട്ടപ്പോൾ ചിന്തിക്കുക, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുകയോ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ലെന്ന്. ഒരിക്കൽ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ വന്ന് മരണം പ്രതീക്ഷിച്ച് മതി യഹോവയെ എന്ന് പറഞ്ഞ് കിടന്നപ്പോൾ അവനെയും ശാരീരിക അവസ്ഥയനുസരിച്ച് ദൈവം അവനെ തട്ടി ഉണർത്തിയിട്ട് ദൂതനെ അയച്ച് കടലിന്മേൽ ചുട്ട അടയും തുരുത്തിയിൽ വെള്ളവും കൊടുത്ത് ശാരീരികമായ ക്ഷീണം മാറ്റി. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഇന്നും ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം ഈ നൂറ്റാണ്ടിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുകളില്ല. സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആളുകൾ കഴിഞ്ഞു പോവുകയാണ്. എന്നാൽ കഴിഞ്ഞ ഇപ്പൊ ഈ 20കളുടെ നൂറ്റാണ്ടുകളിൽ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രയാസങ്ങൾ കടന്നു വന്നു. എന്നാൽ ആ പ്രയാസങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തിയത് ചെറിയ പ്രായത്തിൽ തന്നെ വെളിപ്പെട്ട ദൈവിക ദർശനമാണ്. ഉള്ളിൽ അല്ലേ? തീർച്ചയായിട്ടും ഒരു കർത്താവിനെ അന്നൊരു ദർശനം കണ്ടില്ലായിരുന്നെങ്കിൽ പല നബിമാരുണ്ട് അല്ലേ? എത്രയോ നബിമാരെ കുറിച്ച് പഠിച്ചു. ഞാൻ വ്യത്യസ്തമായ നിലയിലാണ് ഈ സാക്ഷ്യം കേൾക്കുന്നത്. പല ഇസ്ലാമിക വിഭാഗത്തിൽ നിന്നും ഇതിൻ്റെ അകത്ത് സാക്ഷ്യം പറയുവാൻ പലരും കടന്നു വന്ന് പല വിധത്തിലാണ് പറയുന്നത്. എന്നാൽ കർത്താവിന്റെ ദാസി പറഞ്ഞു, അവിടെ ഈസാ നബിയാണ് അവസാന നിമിഷത്തിൽ കടന്നു വന്ന് യുദ്ധം ചെയ്ത് ജനത്തെ വിടിവിക്കുന്നതെന്ന്. എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ പറയുന്ന ആളുകളുണ്ടോ? അങ്ങനെ സാധാരണ ഈസാ നബി ഉദ്ധാരകനല്ല, ഒരു ദൈവമല്ല, അങ്ങനെ രക്ഷിക്കയില്ല എന്നുള്ള ലെവലിലാണ് സാധാരണ പഠിപ്പീരികൾ ഞാൻ കേട്ടിട്ടുള്ളത്. ഖുറാനിലുണ്ട്. ഖുറാനില് പിന്നെ മറിയത്തിന്റെ മകൻ ഈസാ നബി അത്ഭുതപുത്രനാണ്. അത് മലായിക്കങ്ങളിൽ നിന്ന് ഗർഭം ധരിച്ചതാന്ന് കാറ്റില്. ആ മോനിക്കാണ് ഈ ലോകത്തൊരു അപ്പനില്ലാത്തൊരു മോനുണ്ടെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണ്. അതാണ് ലോകാവസാനത്തിന്റെ അന്ന് ഇറങ്ങി വരുന്നതും പിശാചിനെ കൊല്ലുവാനും
ഈ ലോകം രക്ഷിക്കാൻ വരുന്ന ഒരൊറ്റ ഒരാളുണ്ടെങ്കിൽ ഈസാ നബി മാത്രമേ ലോക അവസാനത്തിന്റെ അന്ന് ഇറങ്ങി വരൂന്ന് ഇല്ലതുണ്ട്. ഈസബിന് മറിയമ്മ എന്ന് പറഞ്ഞിട്ടില്ല. സൂറത്തുകൾ എത്രയോ സൂറത്തുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമങ്ങളായാൽ ഈസാ നബി, ഈസബിന് മറിയമ്മ, ഒരു റൂഹ്, ഈസബിന് മറിയമ്മ റൂഹാണ്, അങ്ങനെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. വേറെ ഒരു നബിമാരും വരൂല, ഈസാ നബി മാത്രമേ വരൂന്ന് ആ ഉസ്താദ് അന്ന് പറയുന്ന ആ വാക്ക്, ആ അക്കം, ആ അക്ഷരം എന്റെ ഹൃദയത്തിൽ വന്നു. അപ്പൊ എന്താണ് മറ്റുള്ള നബിമാരൊന്നും വരാത്തത് എന്നില്ലത് എന്റെ ഇപ്പോൾ ഈ ഈ ഈ സാക്ഷ്യം കേട്ടിട്ട് ഒരു കാര്യം മനസ്സിലാകുന്നത്, തീർച്ചയായിട്ടും ഖുറാൻ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ജീവിക്കുന്ന ദൈവം യേശുക്രിസ്തു മാത്രമാണെന്ന്, അല്ലേ? തീർച്ചയായിട്ടും അത് ഇന്ന് ഖുറാൻ പഠിക്കാൻ മനുഷ്യൻ അധികം മനസ്സ് വെക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ അത്രയും ഖുർആൻ പഠിച്ചു, പിന്നെ എന്റെ തലക്ക് ഖുർആൻ കേറുന്നില്ല. സത്യം പറയാൻ എന്റെ തലക്ക് ഇന്നും കേറിയിട്ടില്ല ഖുർആൻ. ഞാൻ മനപ്പാഠം പഠിച്ചത് മാത്രമേ ഉള്ളൂ എനിക്ക്. ഓക്കെ. എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, എത്രയോ അടിച്ചിട്ടുണ്ട്, കുത്തിയിട്ടുണ്ട്, നീ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. നോമ്പെടുക്കൂല, നിസ്കരിക്കൂല. അതിനു വേണ്ടി പണ്ടത്തെ കാരണന്മാര് നിങ്ങൾക്ക് അറിയാലോ എന്താന്നുള്ളത്. ഒരു ചിന്തയില്ല. ഞാൻ 10ാമത്തെ വയസ്സോ ഒരുപക്ഷെങ്കിൽ അതിൻ്റെ അകത്ത് പ്രകാരം തുടർന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ ഇഷ്ടം നിവർത്തിച്ച് ഈ ഒരു നിലയിൽ എത്തുവാൻ സാധിക്കുമായിരുന്നില്ല, അല്ലേ? ദൈവം അത് മുൻകൂട്ടി കണക്കാക്കിയിട്ടുണ്ട്. എനിക്ക് ഉണ്ടാകുന്ന കുഞ്ഞു തലമുറകളും ദൈവത്തിന് അറിയണം, തലമുറകൾ എന്നുള്ളത് ദൈവം അറിഞ്ഞു വെച്ച. എന്നെ 3 വയസ്സിൽ തന്നെ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു സിസ്റ്റർമാര് ഓർഫനേജ് ഉണ്ട്, സിസ്റ്റർമാര് താമസിക്കുന്നത്. അപ്പൊ അവര് എന്റെ അമ്മേന്റെ അടുത്ത് പറഞ്ഞല്ലോ, ഈ കുട്ടീനെ ഇങ്ങ് തന്നേക്ക്, ഞങ്ങൾ വളർത്തി പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അന്ന് എന്നെ എടുത്തു കൊണ്ടുപോയിരുന്നു ഒരു സിസ്റ്റർമാര്. ഞാൻ വലുതായപ്പോ അവരവിടെ ഉണ്ടായി, പിന്നെ അവിടുന്ന് ഒരു മദറായി പള്ളിയിലല്ലോ. അപ്പൊ അവരെന്നെ എടുത്ത് എന്നെ കൊണ്ടുപോയിട്ട് 3-4 ദിവസം എടുത്തെടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഞങ്ങൾ ഉപ്പ പറഞ്ഞോലേ പാടില്ല അങ്ങോട്ട് വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ അയക്കാണ്ട് അങ്ങോട്ടേക്ക് വിടാണ്ട് നിന്നു വരും എന്ന് പറഞ്ഞു. അന്ന് തന്നെ എന്നെ അവരെടുത്തു കൊണ്ടുപോയതാ. പക്ഷേ എവിടൊക്കെ തടഞ്ഞാലും ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലേ, തീർച്ചയായിട്ടും ആ വ്യക്തിയെ കർത്താവ് തന്റെ മഹിമയ്ക്ക് വേണ്ടി, തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ ഈ സാക്ഷ്യം കേട്ടു, എത്രയോ ആയിരം സാക്ഷ്യങ്ങൾ ഇനി പറയുവാനുണ്ട്, അനുഭവങ്ങൾ എത്രയോ പങ്കിടുവാനുണ്ട്. അവയൊക്കെയും വളരെ ചുരുക്കമായ സമയത്തിലാണ് പറഞ്ഞതെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇന്ന് പല ഇതിൻ്റെ അകത്ത് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെയും മറ്റേ തുടർന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും ഒക്കെയും പലരും ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. പലരൊക്കെയും കൺഫ്യൂഷനിലായിരിക്കാം ഒരു പക്ഷെങ്കിൽ. ഞങ്ങൾക്ക് ഒന്ന് മുന്നോട്ട് കാല് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇന്ന് തന്നെ നമ്മുടെ പ്രെയർ ലൈനിൽ ഇങ്ങനെ ഒരു സിസ്റ്റർ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ, എങ്ങനെ എൻ്റെ മുൻപോട്ടുള്ള ജീവിതം മുൻപോട്ട് പോകും, ഹസ്ബൻഡ് എന്നെ ഡിവോഴ്സ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നു പ്രാർത്ഥനയ്ക്ക് പോകുന്നതിൻ്റെ പേരിൽ. പക്ഷേ ശരിക്കും കുൽസു സിസ്റ്ററിൽ വ്യാപരിച്ച ഒരു ദൈവശക്തിയാണ് ഇതുവരെയും കൊണ്ട് സിസ്റ്ററെ ഈ രക്ഷയിൽ ഈ സമയം വരെയും കൊണ്ടെത്തിച്ചത്, അല്ലേ? അല്ല ഞാൻ എങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും എവിടൊക്കെ തകർന്നു പോകാമായിരുന്നു, അല്ലെ? ഒരു ജീവിതം ഞാൻ വേറെ ലെവലിലേക്ക് കയറ് കെട്ടി തൂങ്ങാൻ ഒരുങ്ങിയ സാഹചര്യത്തിലും അവിടെയും ഉറക്കി സുഖനിദ്ര നൽകി. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു നമ്മോടുള്ള കരുണയും സ്നേഹവും, ഒരു സാധാരണക്കാരായ വ്യക്തി ജീവിതത്തിലും ദൈവം ഇതുപോലെ ധാരാളം ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ദൈവം ചെയ്യുന്ന ഉപകാരത്തെ ആ വിധത്തിലൂടെ ആ കണ്ണാൽ നമ്മൾ തീർച്ചയായിട്ടും കാണാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവം ആരെന്നും ദൈവത്തിന്റെ മഹത്വം എന്തെന്നും തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഇന്ന് നമുക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ഇന്ന് പൂർണ്ണമായും ആളുകൾ അവനവന് നേരിടുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വലുതായിട്ട് കാണുന്നത്. പ്രതിസന്ധികൾ പണവും പൈസയല്ല, പണവും പൈസയും പത്രാസെല്ലാം വരും പോവും. പക്ഷെ അതെ, ആ കർത്താവിന്റെ ആ കൃപയും സ്നേഹവും കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്, കുറച്ച് കഷ്ടങ്ങൾ നമ്മൾ സഹിക്കണം. ആർക്കും വേണ്ടാത്ത കാനായിലെ കല്യാണത്തിന് ആർക്കും വേണ്ടാത്ത ഭരണി കഴുകി നന്നാക്കി അതിൽ പച്ചവെള്ളം നിറച്ച് ആ വൈന് ഏറ്റവും രുചികരമായ ഒരു വൈനായിരുന്നു. തീർച്ചയായിട്ടും ആ വൈൻ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ പറമ്പിൽ കൈയും കാലും കഴുകിക്കൊണ്ടിരുന്ന ഭരണികളായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇതും സിസ്റ്ററുടെ ജീവിതത്തെ സംബന്ധിച്ചും ആർക്കും വേണ്ടാത്തതായിരുന്നു. പേരൻസും വരെ അവസാനം ഉപേക്ഷിച്ചു, കല്യാണം കഴിച്ചു, ഹസ്ബൻഡും അവിടുന്ന് കൈവിട്ടു. ജീവിതത്തിൽ ആരുമില്ലാത്ത അവസ്ഥയിൽ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് എന്താണ്? പെറ്റതള്ള മറക്കും,
എല്ലാവരും മറക്കും, കണ്ടാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന വാക്ക് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് സിസ്റ്റർക്ക് ഒരു വാക്കിൽ, ചുരുങ്ങിയമായ നമ്മുടെ സമയത്തിന്റെ പരിമിതികൾ കൊണ്ടാണ് എങ്കിലും ഇന്ന് ഈ ഭാരത്തോടെ ഇതുപോലെ ഒത്തിരി സഹോദരിമാരും ഒത്തിരി സഹോദരന്മാരും, ഞാനിപ്പം ആൺ പെൺ അടക്കമാണ് പറയുന്നത്, ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ധാരാളം ആളുകളുടെ അനുഭവങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. അവരവരുടെ വേദനകൾ അവരുടെ ഭർതൃഗൃഹത്തിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മറിച്ച് ഭാര്യയിൽ നിന്ന് ഒക്കെ വളരെ പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ സൂയിസൈഡ് ഒരു അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു. മാത്രമല്ല നാട് വിട്ടുപോകുവാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇതൊന്നും ഒരു പരിഹാരമല്ല എന്ന് സിസ്റ്ററുടെ ജീവിതം കൊണ്ട് ഈ ചെറിയൊരു സാക്ഷ്യത്തിനുള്ളിൽ തെളിയിക്കുവാനിടയായി. എങ്കിൽ ഈ നമ്മുടെ പ്രേക്ഷകരോട് ചുരുക്കമായിട്ട്, ഇങ്ങനെ കൺഫ്യൂഷനിലും ഭാരത്തിലും ആയിരിക്കുന്ന ധാരാളം പേര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരോട് സിസ്റ്റർക്ക് എന്താണ് ഒരു വാക്ക് പറയുവാനുള്ളത്? ഞാന് എന്റെ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, ഒരു സഹോദരിമാരാട്ടെ, ഒരു സഹോദരന്മാരാട്ടെ, യൗവനക്കാരാട്ടെ, ആരാട്ടെ, മരിക്കുന്നത് നമുക്ക് ഒരിതല്ല, ഒരു ശാശ്വതല്ല. അത് ഇന്ന് ഈ ഭൂമിയിലും ഇല്ല, നാളെ സ്വർഗത്തിലും ഇല്ല. നമ്മളും അങ്ങനെ മരിച്ചു കഴിഞ്ഞാല് അത് ആ മരണത്തിനൊരു എന്താ പറയണ്ട, ഒന്നിനും ഒരു വിലയില്ലാത്തതാ എന്നുള്ളത്. 40 ആൾക്കാർ നമ്മൾ മരിക്കുന്ന സമയത്ത് 40 ആൾക്കാർ നമ്മളെ പറയുന്ന അവര് നല്ലൊരു മനുഷ്യത്തെയാ, ദൈവത്തിന് വേണ്ടി പോരാടി, ഇല്ലെങ്കിൽ നല്ലൊരു കുടുംബത്തിന് വേണ്ടി പോരാടി, നല്ല ഒരു മനുഷ്യത്തെയാന്ന്, ഒരു മനുഷ്യനാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആള് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സ്വർഗത്തിലാന്ന് പറയുന്നത്. 40 ആള്. ഇനി നമുക്ക് എത്ര പണം ഉണ്ടായാലും പൈസ ഉണ്ടായാലും നമ്മൾ എന്ത് ധീരത കളിച്ചിട്ടും ആ 40 ആളില് 1000 പേര് തുപ്പിക്കഴിഞ്ഞാൽ നമ്മൾ നരകത്തിലാ. നമ്മൾ ഒരു ദിവസം ജീവിക്കുന്ന ധീരതയോട് കൂടിയിട്ട് ഒരു ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, അത് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. നമ്മള് പേടിച്ച് പിന്മാട്ട് ഓടാൻ പാടില്ല. നമ്മൾ മരിക്കുകയാണെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, കർത്താവിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ, അത് മരിച്ചാലും ജീവിച്ചാലും കർത്താവിന് വേണ്ടി ജീവിക്കണം. നമ്മൾ കഷ്ടങ്ങൾ വരും, ആ കഷ്ടങ്ങളെല്ലാം നമ്മൾ എന്താ പറയാ, ഒരു ആനന്ദമാക്കി കളയണം, ആനന്ദത്തോട് തള്ളിക്കളയണം. ആരെങ്കിലും നമ്മളെ വന്നിട്ട് നീ എന്താ ചെയ്യുന്നത്, അത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്റെ ജീവനുള്ള ദൈവമാണ് എന്ന് പറയണം. നീ ആരെ ആരാധിക്കുന്നത്? എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ ജീവനുള്ള ദൈവമാണ് ഈ ലോകത്ത്. 3-ാം നാള് ഈ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വന്ന ദൈവം എന്റെ കർത്താവായ യേശുവാണ്. ഒന്നും നമുക്ക് ശാശ്വതമല്ല. നമ്മൾ ഓടിപ്പോയാൽ എവിടെ പോകും, എവിടെ വരെ പോകും? ഈ ദൈവത്തിന്റെ ഭൂമിയിൽ തന്നെയല്ലേ ഓടിപ്പോകുന്നത്. എവിടെ മറിഞ്ഞിരുന്നാലും ദൈവം നമ്മളെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ശാശ്വതമല്ല. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. മരിക്കുകയാണെങ്കിലും ജീവിക്കുകയാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിടിവള്ളി ആ പിടിവള്ളി പിടിച്ചാൽ നമുക്ക് ആനന്ദവും സന്തോഷവും എല്ലാതും കിട്ടും. ദുഃഖം ഉണ്ടാവും, അതൊന്നും പ്രശ്നമല്ല. എന്തെല്ലാം ദുഃഖം. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്, എന്റെ ശരീരത്തിൽ എത്രയോ രോഗങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം എന്റെ കർത്താവിലേക്ക് ഏൽപ്പിച്ചു. എന്റെ കർത്താവാണ് നടത്തുന്നത്. എന്റെ വയറ്റിന്റെ ഉള്ളിൽ പിത്തസഞ്ചിയിൽ ഒരു മുഴയുണ്ട്. 2 കൊല്ലം 2.5 കൊല്ലം 3 കൊല്ലം മുമ്പ് ഡോക്ടർ പറഞ്ഞു, ഇതാ ഇപ്പൊ ഈ നിമിഷം പൊട്ടും, ഇപ്പൊ മരിക്കും എന്ന് പറഞ്ഞ് CT സ്കാനിങ് എടുത്ത് പുറത്തേക്ക് അതിന്റെ ഇഞ്ചക്ഷൻ തരുമ്പോ, ഞാൻ ആ സ്കാനിങ്ങിന് കയറുമ്പോ കടക്കുമ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ നിന്റെ കരമാണ്, പൊട്ടുകയാണെങ്കിലും നിന്റെ കരം, പൊട്ടിയിട്ടില്ലെങ്കിൽ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. നീ എനിക്ക് ആയുസിന് നീട്ടം തന്നിട്ടുണ്ടെങ്കിൽ അത് നീ എനിക്ക് സൗഖ്യമാക്കി തരണം. ആയുസിന് നീട്ടം ഇല്ലേ, ഇതോടുകൂടിയാ മരിക്കാനെന്ന് നീ എന്നെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. സ്കാനിങ് എടുത്തു കഴിഞ്ഞ അതെല്ലാം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടുമ്പോൾ പറയുന്നത്, അത് ഒരു ചെറിയൊരു എന്താ പറയണ്ടേ, നമ്മളെ ഒരു ചെറുവയറിനെ പോലെ നിറച്ചില്ലു. അതുവരെ ഡോക്ടർ പറഞ്ഞ് വേദനയാണെങ്കിൽ ഭയങ്കരപ്പെട്ട വേദന എനിക്കുണ്ട്. അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവ് ഇന്നും ഞാൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറയും പൊട്ടുന്നു കേട്ടിട്ടേ. ഞാൻ പറയാ, കർത്താവ് സമ്മതിക്കാണ്ട് അത് പൊട്ടൂല, കർത്താവിന് അനുവാദം ഇല്ലാണ്ട് അത് പൊട്ടൂല. എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്കാ കൊടുത്തിനെന്ന് പറയും. ലിവറിന്റെ താഴെ പിന്നെ നെഞ്ഞിന്റെ ഉള്ളില് ഈ ഹാർട്ടിന്റെ ലിവറിന്റെ നടുക്കൊരു മുഴയുണ്ട്. അത് വണ്ണം വന്നാല് ഹാർട്ടിനും ലിവറിനും പിന്നെ ബുദ്ധിമുട്ടാണ്, ഡേഞ്ചറാണെന്ന് പറഞ്ഞു. അത് കർത്താവ് നിശ്ചയിക്കട്ടെ, അത് ഡേഞ്ചർ ആണോ ഡേഞ്ചർ അല്ലേ എന്നുള്ളത് കർത്താവിന്റെ കരങ്ങളിലേക്കാ. കർത്താവ് ജീവനോട് ഇരുന്നുകൊണ്ട് ആ ആത്മാവാണ് നമ്മൾ ഇന്ന് ഇവിടെ ജീവനോട് ഇരിക്കുന്നത്. അത് കർത്താവ് നിശ്ചയിക്കൂ, എപ്പം നമ്മൾ എടുക്കണം, എപ്പം നമ്മളെ എന്ത് ചെയ്യണം എന്നുള്ളത് കർത്താവിന്റെ നിശ്ചയമാണ്. എത്രയല്ലോ മരണത്തിന്റെ മുമ്പ് ഞാൻ ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞാലേ നമുക്ക് ഇന്ന് സമയം മതിയാവില്ല, ആ അത്ഭുതങ്ങളെല്ലാം.
ഓരോ നിമിഷത്തും തന്നെ ഒരു മുടിനാരുന്ന് ബസ് വന്നിട്ട്, ഗവൺമെന്റ് ബസ് വന്നിട്ട് മുമ്പിൽ നിൽക്കുന്നത്, ഞാൻ ബസ്സിന്റെ മുമ്പിലായിട്ട് എനിക്ക് അറിയുന്നില്ല. ബസ് ഓർണടിക്കുന്ന, ജനങ്ങൾ കൂക്കുന്നു, ഞാൻ നടു റോട്ടില്, ബസ് അത്രയും സ്പീഡിൽ വന്ന ബസ് അവിടെ നിന്ന്, ഞാൻ 4 ഭാഗം കൂക്ക് കേട്ട്, ജനങ്ങളെ കൂക്ക് കേട്ട് ഞാൻ 4 ഭാഗം നോക്കുമ്പോ ബസ് എന്റെ മുമ്പിലുണ്ട്. ഓ, ഇതാണല്ലേ എന്നെ ജനങ്ങൾ കൂക്കിയത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, കർത്താവ് അവിടെ നിർത്തി, ആ ബസ്സിനെ അവിടെ നിർത്തി. ഒരടിന്റെ വ്യത്യാസത്തിനില്ല, 6 ഇഞ്ചിന്റെ വ്യത്യാസത്തിന് ഞാനും ബസ്സുമായിട്ട് നിൽക്കുന്നു. അത്രയും ദൂരം നിൽക്കുന്നത്. ജനങ്ങളെ കൂക്ക് കേട്ടിട്ട് എനിക്ക് സൗണ്ട് കേട്ട, ബസ്സിന്റെ സൗണ്ട് ഇല്ല, ഞാൻ ഏലിയ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. അപ്പൊ ദൈവത്തിന് സാധ്യമില്ലാത്തത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി ഭർത്താവ് വിട്ട, കർത്താവിനെ സ്വീകരിച്ച ഭർത്താവ് വിട്ട കർത്താവ് ഉണ്ടല്ലേ നമുക്ക്, കർത്താവാണല്ലോ നമ്മളെ മണവാളന്. അരുമനാഥനാണ്, അരുമനാഥൻ മതി, പ്രാണപ്രിയനാണ്. നമ്മളെ പ്രാണപ്രിയൻ ഉണ്ടെങ്കിൽ മതി നമുക്ക്. അരുമനാഥനും പ്രാണപ്രിയനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് നമുക്ക്? യഹോവ റാഫ ഉണ്ടെങ്കിൽ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ പേടിച്ചിട്ട് നമ്മളിപ്പോ എല്ലാത്തിനും പേടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ സത്യം ഏതാന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നത്. സത്യം അറിയാണ്ടല്ല, സത്യം ഏതിൽ കൂടിയാണ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് നമ്മള് മുറുക്ക പിടിക്കുക. കർത്താവിന്റെ കാല്, ആണിപ്പാടിലെ കാല് മുറുക്ക പിടിച്ച് മാറോട് ചേർത്ത് കഴിഞ്ഞാല് എവിടെ പോകുമ്പോഴും നമ്മളെ കർത്താവ് നമ്മളെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കും. നമ്മളെ തലമുറകളിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ പേടിക്കണ്ടെന്ന് മറ്റേ ഇറങ്ങി വരില്ല. പൂർണ്ണമായിട്ട് കർത്താവിനെ ഹൃദയത്തിന്റെ ഉള്ളില് ആരാധിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുക. ഹൃദയത്തിലേക്ക് വെക്കണം. നമ്മളെ ഹൃദയം എന്നും ദേവാലയമാണ്. ദേവാലയം ശുദ്ധിയുള്ളതാണ്. ദൈവത്തിന്റെ ആലയം ശുദ്ധിയാണ്. അതുപോലെ നമ്മളെ ഹൃദയം ശുദ്ധിയാക്കുക. കർത്താവിന് നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവും. കർത്താവിന്റെ പൊന്മുഖം നമ്മൾ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം കാണും. എന്ന് നമ്മൾ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോ കർത്താവിന്റെ ആ പൊന്മുഖം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കാണുമ്പോ എന്തൊരു അരുമന, എന്ത് വിഷമം വരട്ടെ. ഞാൻ എത്രയോ വീടില്ലാണ്ട് എത്രയോ വീടുകളിൽ കയറി ഇറങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിക്കും, കർത്താവെ നീ ആ സ്വർഗത്തിലൊരു വീട് തന്നാ മതി എനിക്ക്. ഈ ലോകത്ത് എന്തുണ്ടെങ്കിലും നമ്മൾ വിട്ടിട്ട് പോകണം. എത്ര സമ്പാദ്യം ഉണ്ടെങ്കിലും വിട്ടിട്ട് പോകണം. എത്ര കാറല്ല, സ്വത്തല്ല, പണമല്ല, എന്തുണ്ടെങ്കിലും വിട്ടിട്ട് പോകണം. ആരെങ്കിലും കൊണ്ടുപോകുമോ? എന്തെങ്കിലും കൊണ്ടുപോകുമോ? 6 അടി മണ്ണും 6 മുളം തുണിയും 2 കൈയും മലത്തി പിടിച്ചിട്ട് വേണം നമ്മൾ പോണെങ്കിൽ. ഇതൊന്നും ശാശ്വതമല്ല. നമുക്ക് എന്നേക്കുമില്ല ശാശ്വതം നമ്മളെ കർത്താവിന്റെ വീടാണ്. അവിടെ നമ്മൾക്ക് കിട്ടേണ്ടത്. അതുപോലെ നമ്മളെ തലമുറകളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. സ്ട്രോങ് ആകുക. ആമേൻ. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, കാലേബ് ഇങ്ങനെ പറഞ്ഞു, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ നീ എന്നെ അയക്കരുത്. കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? കർത്താവ് ഇത്രത്തോളം നടത്തുന്നു. ആമേൻ. നല്ല യൗവനത്തൊട്ട് ഈ സമയം വരെയും ദൈവം നടത്തി. പൈതലിനെയും ഇത്രത്തോളം ദൈവമാക്കി. ഞാന് മിസ്രൈമിൽ ഹാഗാറിനെ അബ്രഹാമിന്റെ ഭവനത്തിൽ നിറക്കി വിട്ട് അവൾ അന്ന് മുതൽ മുന്നോട്ട് പോയപ്പോൾ ഒരു വാഗ്ദത്തം അവൾക്ക് കിടന്നു. എന്താണ്? ആമേൻ. അല്ലയോ ഹാഗാറെ, നീ പേടിക്കേണ്ട, നിന്റെ മകൻ ഇസ്മയേലിനെ ഞാനൊരു ജാതിയാക്കും. നീ അവന് വേണ്ടി പാരാൻ മരുഭൂമിയിൽ ഒരു കൂട്ടാളിയെ കണ്ടെത്തും. ആ വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകത്തിൽ 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാം. അതങ്ങനെ സാധിച്ചുവെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി യാമേൻ തന്റെ ജീവിത സാഹചര്യങ്ങളെ വിട്ടിട്ട് ദർശനം ലഭിച്ച കർത്താവിന് വേണ്ടി അവൻ ഒരു കൊച്ചു കുട്ടിയായിരുന്ന സമയത്ത് ഇറങ്ങി തിരിച്ചുവെങ്കിൽ ഇന്ന് വരെയും സ്വർഗം നടത്തി. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്തദാസിക്കായിട്ട് ഞാൻ വളരെ സ്തോത്രം ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. പലപ്പോഴും ഒരു ക്രിസ്തീയ അനുഭവത്തിൽ വന്നിട്ടല്ല, ആമീൻ, ഒരു ഇസ്ലാമിക അനുഭവത്തിൽ നിന്ന് വന്ന ജീവനുള്ള കർത്താവിനെ ഇത്രത്തോളം തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവിന്റെ വരവോളം ഈ വിശ്വാസത്തിൽ ഉറച്ച് അനേകർക്ക് ഒരു വെളിച്ചമായി, അനേകർക്ക് ഒരാശ്വാസമായി,
ഒരു തണലായി, ഒരു വാക്കിൽ കൂടിയെങ്കിലും മനുഷ്യരെ ആമേൻ ബലപ്പെടുത്തുവാൻ കർത്തദാസിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ഞങ്ങളോടൊത്ത് ഇത്രയും സമയം ചിലവഴിച്ചതിന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കുടുംബമായിട്ട് ദൈവം ധാരാളമായിട്ട് മാനിക്കട്ടെ. ആമേൻ. നമ്മുടെ സമയത്തിന്റെ പരിമിതിയാല് ഞാൻ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കും. എല്ലാ ദിവസവും 8:30 തൊട്ട് 9:30 വരെയുള്ള നമ്മുടെ ലൈവിലേക്ക് കടന്നു വരണം. ചില ദിവസങ്ങൾ മാത്രമേ പ്രത്യേക കാരണത്താൽ ഇല്ലാതാകുകയുള്ളൂ. എല്ലാ ദിവസവും ഓരോ ദൈവമക്കൾ നമ്മുടെ നടുവിലേക്ക് കടന്നു വന്ന് സാക്ഷിക്കുന്നതായിരിക്കും. നിങ്ങൾ കടന്നു വരികയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലേക്ക് എഴുതി അറിയിക്കുകയും മറ്റുള്ളവരിലേക്കൊക്കെ ഈ ടെസ്റ്റിമണികൾ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. കർത്തദാസിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഈ സാക്ഷ്യങ്ങളൊക്കെയും നിങ്ങൾക്ക് കേൾക്കാം. ഇതിൻ്റെ അകത്ത് ചുരുങ്ങിയ ടൈമുകളേ ഉള്ളൂ. ഈ യൂട്യൂബ് ചാനലിൽ വളരെ വിശാലമായിട്ട് നിങ്ങൾക്ക് ഈ സാക്ഷ്യങ്ങളൊക്കെയും കേൾക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് വചനദീപ്തി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. അതിലൂടെയും ദൈവനാമ മഹത്വം എടുക്കുവാൻ ഇടയാക്കും. ഇന്ന് നമ്മുടെ സെക്ഷൻ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ. പ്രൈസ് ദി ലോർഡ്. സിസ്റ്ററെ, ഇനി സാക്ഷ്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? മോനെ പഠിപ്പിക്കാൻ ഒരു ഉറുപ്പ എന്റെ കയ്യിലില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കർത്താവിനോട് പറഞ്ഞു, പ്ലസ് ടു പഠിപ്പിച്ച കേരളത്തിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് പണിയെടുക്കാനെന്ന് പറഞ്ഞാല് ഞാന് 1 മാസം പണിയെടുത്ത പിന്നെ 2-3 മാസം പണിയെടുക്കാൻ പറ്റുന്നില്ല, നട്ടെല്ലിന്റെ പ്രശ്നം കൊണ്ട്. അന്ന് കൈക്ക് പ്രശ്നം ഇല്ലായിരുന്നു, നട്ടെല്ലിനേനു പ്രശ്നം. അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ടായി. പിന്നെ അവനെ പഠിപ്പിക്കാൻ വേറൊരു ഒരു മോളി ആന്റി എന്ന് പറഞ്ഞ അവരെ ഏറ്റെടുത്ത് പഠിപ്പിച്ച് പ്ലസ് 2 കഴിഞ്ഞതിന് ശേഷം പഠിപ്പിക്കാൻ ഒരു മാർഗമില്ല. ഞാൻ അപ്പോഴും തീരെ കടന്നുപോയേന്. ഞാൻ കടത്തത്തിലായിപ്പോയി, വീണ് കൈ ഒടിഞ്ഞ് എല്ലാം ആയി. ഒരു വഴിയുമില്ല. ഓനിക്കാണ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യാം. പല ദൈവമക്കളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കള് എല്ലാരും പറഞ്ഞ് തക്ക സമയത്ത് നോക്കാം, എന്തായാലും പ്രാർത്ഥിക്കണം നമുക്ക്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. മോനോടും പറഞ്ഞു, എനിക്ക് പഠിക്കണമെന്നുണ്ട്, അങ്ങ് പ്രാർത്ഥിച്ചു നീ ദൈവത്തിനോട് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു വ്യാഴാഴ്ച ദിവസം ഇങ്ങനെ ഞാൻ കർത്താവിനോട് ബൈബിൾ ഇങ്ങനെ നെഞ്ഞോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ, നീ ഇതിൽ കൂടെ എന്നോട് സംസാരിക്കണം. എൻ്റെ മകനെ പഠിപ്പിക്കാൻ നീ അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഒരുക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് മറുപടി കിട്ടണം. അങ്ങനെ ഞാൻ സങ്കീർത്തനം 75 എനിക്ക് കിട്ടി വായിക്കാൻ പറഞ്ഞത്. ഞാൻ 75 വായിച്ചു. പിറ്റേന്ന് വെള്ളിയാഴ്ച വായിച്ചു, വ്യാഴാഴ്ച വായിച്ചു, ശനിയാഴ്ച ഒരു 4 മണിയാകുമ്പോ എൻ്റെ ഒരു സഹോദരി ഉണ്ട് വിളിക്കുന്നത്, നിങ്ങളെ മോനിക്ക് എത്ര പൈസ വേണ്ട, ഈ കൊല്ലത്തെ പൈസ ഞാൻ കിട്ടിക്കോളാം, സ്കൂളിന്റെ ഫീസും എത്രയാ, ആ പൈസ ഞങ്ങൾക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ വചനത്തില് സങ്കീർത്തനം 75 ദൈവം എവിടെയും മുടക്കൂല. തെക്കുന്നും വടക്കുന്നും കിഴക്കുന്നും പടിഞ്ഞാറ് നിന്നും കർത്താവ് എത്തിക്കും. കർത്താവിന് ഒരു സാധ്യമില്ലാത്ത ഒന്നുമില്ല. കർത്താവ് അവിടുന്ന് അതിൽ മറുപടി ഇങ്ങ് തന്ന്. അങ്ങനെ അവനെ കൊണ്ടുവന്ന് വേണ്ടുന്ന പോലെ എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇന്ന് വരെയും ദൈവമാണ് എൻ്റെ മോന്റെ സ്പോൺസർ. ഓനെ നടത്തുന്നതും ഓനെ പഠിപ്പിക്കുന്നതും ഓന്റെ എല്ലാം സ്പോൺസർ എൻ്റെ കർത്താവാണ്, മറ്റാരുമല്ല. ഓരോ ദിവസങ്ങള് നടത്തുന്ന എന്നെയും എൻ്റെ മോനെയും നടത്തുന്നത് എൻ്റെ കർത്താവ് അപ്പച്ചനാണ്. അത് ഏത് വിധത്തിൽ എങ്ങനെയാണ് എൻ്റെ കർത്താവ് നടത്തുന്ന തക്ക സമയത്ത് ഞാൻ ഓരോ ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ പറയും, കർത്താവേ, ഇന്ന് നീ ഏലിയാവിന് കാക്കയിൽ ഭക്ഷണം കൊടുത്ത പോലെ എനിക്ക് തന്ന്, നാളത്തെ ഭക്ഷണം നിന്റെ കയ്യിലാണ് എന്ന് പറയും. എൻ്റെ കർത്താവ് തക്ക സമയത്ത് എത്തിക്കും. ചില സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒരു പണം ഉണ്ടാവില്ല. കർത്താവച്ചാ, ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നീ കാണുന്നുണ്ടല്ലോ അവിടുന്ന്, നിന്റെ കരങ്ങൾ കുറുങ്ങി പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കും. പിറ്റേന്ന് എവിടെ തരും. അതൊക്കെ സമയമാകുമ്പോക്കും എനിക്ക് കണക്കായിട്ട് എവിടുന്ന് അത് വരുന്നത് എങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. തക്ക സമയത്ത് എനിക്ക് ദൈവം എത്തിക്കുന്നുണ്ട് എൻ്റെ കർത്താവ്. ഇനിയും ഒരു 1.5 കൊല്ലം കൂടി എന്നെ മോനിക്ക് പഠിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പഠിക്കണമെന്നും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ് എല്ലാം നീ കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തോ, കർത്താവിന് സാധ്യമില്ലാത്തതൊന്നുമില്ല. നിന്നിച്ചവരെ മുമ്പ് ദൈവം മാനിക്കും. എത്രയോ ആൾ നിന്നിച്ച് ഞങ്ങളെല്ലോ, ആ നിന്നിച്ചവരെ മുമ്പൊന്നും ദൈവം മാനിക്കും.
മാനിക്കാൻ മതിയായവനാണ്, മറ്റാരുമല്ല. എല്ലാത്തിനും മാനിക്കാൻ മതിയായവനാണ്. ഒരിക്കലും ദൈവത്തിന്റെ മുഖം നോക്കി തിരിഞ്ഞവരാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ദൈവം സ്പർശിച്ചിട്ടുണ്ടാ? ദൈവത്തിന്റെ കൃപയുണ്ടാ? ദൈവത്തിന്റെ കൃപക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എവിടെയും നശിച്ചു പോവില്ല. അവിടെ നിന്ന് ഉയർന്നു, എങ്ങനെ ചവിട്ടി താത്താലും അവിടെ നിന്ന് തല ഉയർത്തി വരും. ഇപ്പൊ വൈകുന്നേരമാകുമ്പോ പുല്ല് പശുവിന് കൊടുക്കാൻ വേണ്ടി പുല്ല് അരിയുന്നുണ്ട്. ആ പുല്ല് അപ്പം വിഷമിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ തെളിർത്ത് വന്ന്, പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അത്ര തന്നെ തെളിർത്ത് വന്ന്. അതുപോലെ ദൈവത്തിന്റെ മുഖം കണ്ട ആരും ഒരിക്കലും രഞ്ജിച്ചു പോവില്ല, നശിച്ചു പോവില്ല, ഒന്നുമില്ല. വിജയമല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. പരാജയം വരും. ആ പരാജയമല്ല നമ്മളെ ഒരു പരീക്ഷണയാണ്. അത് പൊന്നൊരുക്കി തീർക്കുന്നത് പോലെ പൊന്നൊരുക്കി തീർത്ത് തിളങ്ങുന്നതാക്കി തീർക്കാമില്ല. കൊശവന്റെ മൺകലം ഒരിക്കലും ആ മൺകലത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അതുപോലെ പണി തീർക്കുന്നതാണ് നമ്മളെല്ലാം. അത് നമ്മൾ വിശ്വസിക്കണം. അത് മനസ്സിലാവും. ഓ, കർത്താവിനെ കണ്ടു തിരിച്ചു, എന്നിട്ട് എന്താ നിങ്ങൾക്ക് ഒന്നും ഇല്ലാത്തത്, നിങ്ങളിപ്പോൾ പിച്ചെടുക്കുന്നത്, നിങ്ങൾക്ക് ഒരു ഗതിയുമില്ല എന്ന് പറയും. പക്ഷെ ആ നിന്ദിച്ചവരെ മുമ്പ് കർത്താവ് നമ്മളെ മാനിക്കുന്നുണ്ട്, കർത്താവിന്റെ കൃപ നമ്മളെ കൂടെ ഉണ്ട് എന്നില്ലേ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെ പറയുന്നവരെ മുമ്പ് നമ്മള് സന്തോഷിച്ച് ചിരിക്കുക, കർത്താവെ നിന്റെ കൃപയാണ് ഇതെല്ലാം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ശരിക്കും അറിഞ്ഞവര്, ഇനി അറിയാനില്ലവരും ശരിക്കും അറിയണം എന്താന്നില്ലത്. കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആയം മനസ്സിലാക്കണം. എത്രത്തോളം സ്നേഹിക്കുന്ന ആയത്തിന് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഈ ലോകത്ത് ആര് സ്നേഹിച്ചാലും, മാതാപിതാക്കൾ സ്നേഹിച്ചാലും, കൂട്ടുകുടുംബം സ്നേഹിച്ചാലും, മക്കൾ സ്നേഹിച്ചാലും നമ്മളെ വിട്ടുപോകും. ആ സ്നേഹങ്ങളെല്ലാം കണ്ണ് മറയുന്നവരെ, കണ്ണെത്താ ദൂരം വരെ കണ്ണ് മറയുന്നവരെ നമ്മളോടില്ല. കണ്ണ് മറിഞ്ഞു കഴിഞ്ഞാൽ അതും മറഞ്ഞു നമ്മളോട്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഇന്ന് ഈ ലോകത്തും പരലോകത്തും ഇല്ലതാണ്. ആ സ്നേഹം അത് മനസ്സിലാക്കണം നമ്മൾ. ആ സ്നേഹാണ് കടുപ്പപ്പെട്ട സ്നേഹം. ഏത് തീയിൽ വീണാലും ആ തീയിന്ന് കർത്താവിന്റെ കരങ്ങളിലേക്കാണ് നമ്മൾ വീഴുന്നതെന്നില്ല വിശ്വാസമാണ്. ആ വിശ്വാസമാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ടുവരിക. വിഷമങ്ങൾ ഉണ്ടാവും, വിഷമങ്ങൾ ഇല്ലാണ്ടിരിക്കൂല. വിഷമത്തിന്ന് ഇപ്പൊ ആ വിഷമങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ ദൈവത്തിനോട് അടുക്കും, ചേർത്ത് പിടിക്കും എല്ലാം ചെയ്യുന്നത്. ബലവും ശക്തി ആ സമയത്താണ് മനസ്സിൽ ധൈര്യം തരുന്നത്. ഞാൻ ഒരിക്കലും ആലോചിക്കും, എനിക്കിപ്പം ജോലി ചെയ്യാൻ പറ്റാണ്ടായി, ഞാൻ എന്ത് ചെയ്യും ദൈവമേ? കർത്താവപ്പച്ച, നീയാണ് എനിക്ക് എല്ലാത്തിനും മതിയായവന്. നീ ബലവും ശക്തിയും തരണം. എനിക്ക് ജോലി എടുക്കണം, എനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് എനിക്ക് അധ്വാനിക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു പല പ്രാവശ്യം ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് പറയൂ, എന്റെ കർത്താവ് പറയുന്ന എന്താണ്, നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാനുണ്ട്. എന്റെ ചോട്ടിൽ ഇങ്ങനെ കേൾക്കും ഞാൻ ആ പറയുന്നത്. നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാനുണ്ട്. ഞാനല്ലേ നിനക്ക് തരാൻ മതിയായവന്. എന്റെ കർത്താവിന്റെ നാമം ഉന്നത നാമമാണ്, അരുമനാമമാണ്. എന്റെ കർത്താവിന്റെ കൃപയും സാന്നിധ്യവും എന്റെ കർത്താവിന്റെ തേജസ് ഒന്ന് കണ്ടാൽ മതി എനിക്ക്. അത് ഇന്ന് വരെയും കണ്ടിട്ടുണ്ട്, ഇനി കാണാൻ ദൈവം നമുക്ക് ആയുസ്സ് നീട്ടും, ആരോഗ്യം തരട്ടെ. കർത്താവ് പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവിന്റെ ഹീതപ്രകാരം നമ്മൾ നടത്തുമാറാട്ടെ. നമ്മൾ തലമുറകളെല്ലാം കർത്താവിനെ അറിയണം. കർത്താവിന്റെ ഹീതപ്രകാരം, കർത്താവിന്റെ ഇഷ്ടപ്രകാരം അവർ നടക്കുവാൻ വേണ്ടി അവർക്ക് കർത്താവ് എല്ലാ അനുഗ്രഹവും കൊടുക്കട്ടെ. കർത്താവ് അവർ സ്പർശിക്കട്ടെ ഇല്ലേ പ്രാർത്ഥനയോട് കൂടി. അതേപോലെ സിസ്റ്റർ ഇത്രയും സമയം ഇതിനെ സാക്ഷ്യം പറയുവാന് സമയം തന്നതിനും കണ്ടുമുട്ടുവാനും ഇതിനെല്ലാം കർത്താവ് ഒരുക്കിയ വഴിയിലേക്ക് കർത്താവിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ സിസ്റ്ററിനെയും കുടുംബത്തിനെയും കർത്താവ് എല്ലാ നിലയിലും ഉയർന്ന നിലയിൽ എത്തിക്കുമാറാകട്ടെ. ആയുസ്സും ആരോഗ്യം ബലവും ശക്തിയും അവിടുന്ന് പകർന്നു തരട്ടെ. എല്ലാ പോക്കിലും വരവിലും കർത്താവിന്റെ കൂടെ ഉണ്ടാകട്ടെ, കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകട്ടെ. തലമുറകളായിട്ട് കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്നെ മാറ്റി. ഇനിയും ഈ മീറ്റിങ്ങുകള് ഒരുപാട് ഉയർച്ചയിലേക്ക് വരുമെന്ന് എന്റെ കർത്താവ് പറയുന്നുണ്ട്.
ഇനിയും ഈ ഉയർച്ച എന്നല്ല, ഇനി ഒരുപാട് ഉയർച്ചയിലേക്ക് കർത്താവ് കൊണ്ടുവരും. കർത്താവ് അത് അവിടുന്ന് പറയുന്നുണ്ട്, കർത്താവ് ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. എല്ലാ കർത്താവിന്റെ സാന്നിധ്യം കൂടെ തന്നെ ഉണ്ട്. Praise കർത്താവ് the Lord. അനുഗ്രഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്ററെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ സാക്ഷ്യവചനങ്ങൾ, ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും സംസാരിച്ച ആ സാക്ഷ്യവചനങ്ങളാണ്. ഈ വചനങ്ങൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ കർത്താവിന്റെ ദാസിക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, അവിടുത്തെ ദാസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ എത്രയോ ഭാരങ്ങൾ, എത്രയോ പ്രയാസങ്ങൾ, എത്രയോ നിന്ദകൾ, എത്രയോ ഒറ്റപ്പെടുത്തലുകള് വീട്ടിൽ നാട്ടിപ്പായിച്ചു. കർത്താവെ, ആരുമില്ലാതെ അനേക വീടുകൾ കയറി ഇറങ്ങി. കർത്താവെ, ഇത്രത്തോളമായപ്പോഴും അവിടെയും അങ്ങേ കൈവിടാതെ ഇത്ര പ്രതികൂലത്തിന്റെ നടുവിലും പ്രശ്നത്തിന്റെ നടുവിലും താങ്ങിയ രണ്ട് കരങ്ങൾ കാണുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവിന്റെ മകളെ പിന്നെയും കരങ്ങളിൽ വഹിക്കണമേ. കർത്താവെ, അനേകായിരങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു വലിയ സമാധാനത്തിന് കാരണമാക്കണമേ. അനേകര് കർത്താവെ ക്രിസ്തുവിൽ ഉറയ്ക്കുന്നതിന് കാരണമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അമോനെയും തന്റെ ദാസിയെയും ഏൽപ്പിക്കുന്നു. മുന്നോട്ടുള്ള അവരുടെ ഭാവി ജീവിതമെല്ലാം കർത്താവെ കരുപിടിപ്പിക്കുന്നതായി, നിറം പിടിപ്പിക്കുന്നതായി, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായി മാറുവാൻ കർത്താവ് ഇടയാക്കും. വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകല മാനവും മഹത്വത്തോടും എടുക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയോടെ കേൾക്കണമേ. സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ഇത്രത്തോളം സമയം ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നതിന് നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാ വിധത്തിലും നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാനിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.